السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. يا رب سيدنا خير الورى رشدا، حصل مقاصدنا ذا الجود والكرم. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا محمد اللهم صل وسلم وبارك عليه. ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ, മറ്റു വേദിയിൽ ഉപവിഷ്ടരായ ഈ നാട്ടിലെ മഹത്തുക്കൾ, സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ നാട്ടിലെ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, SSFന്റെ ചുണക്കുട്ടികൾ, SYSന്റെ പ്രവർത്തകന്മാർ, മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് അവന്റെ സ്വാലിഹായ അമലായി അല്ലാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ പരലോകം വിജയിക്കുന്ന ഏറ്റവും വലിയ വിജയത്തിന്റെ സബബായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശദമായി സംസാരിക്കുന്നില്ല. ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ ഈ നാടുമായി അടങ്ങിയിട്ടുള്ള രഹസ്യങ്ങൾ, ഈ പള്ളിയുടെ വളർച്ചയും മദ്രസയുടെ വളർച്ചയും ഈ നാട്ടിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ
എങ്ങനെ വളർന്നു വന്നു എന്നതിൻ്റെ വിശദീകരണം സ്വാഗത പ്രഭാഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ ഇവിടെ നടന്ന എല്ലാ ദീനീ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മുഅ്മിനീങ്ങൾ, ധാരാളം മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ ഇപ്പോഴും ഉണ്ടാകും. അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇനിയും ഈ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന്റെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ ധാരാളം വൈവിധ്യമായ വ്യത്യസ്തങ്ങളായ വ്യത്യസ്ത രൂപത്തിലുള്ള വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ധാരാളം സൃഷ്ടികളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവര് അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മനുഷ്യവർഗം എന്നുള്ളത്. ഈ മനുഷ്യവർഗത്തിൽ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആളുകളുണ്ട്, വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഈ മനുഷ്യവർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിൽ നിൽക്കുന്നവരാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉബ്ബാദുകളായ അവന്റെ മുഅ്മിനീങ്ങളായ അടിമകൾ. ഈ മുഅ്മിനീങ്ങളായ അടിമകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ അവന്റെ നിയമങ്ങൾക്കും അവന്റെ ആശയങ്ങൾക്കും ബദ്ധമായി അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ മതത്തിൽ വിശ്വസിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിനെ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുന്ന മുഅ്മിനീങ്ങൾ, അവർക്ക് ദീനുൽ ഇസ്ലാം ഒരു രൂപരേഖ നൽകുന്നുണ്ട്. അതിൽ ലിമിറ്റഡ് ആയിക്കൊണ്ടായിരിക്കണം ആ മുഅ്മിനായ മനുഷ്യൻ ജീവിക്കേണ്ടത്. അൺലിമിറ്റഡ് ആകുന്ന ഘട്ടത്തിൽ അതിന് വേണ്ട ചില റൂൾസുകളും റെഗുലേഷൻസുകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, അൻ അക്സരി മാ യുദ്ഖിലുൻ നാസ അൽ ജന്ന, ജനങ്ങളെ കൂട്ടത്തിൽ മിക്ക ആളുകളും സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ ഏറ്റവും വലിയ കാരണം എന്താണ് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുൽഖ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, സൽ സ്വഭാവിയായി ഇവിടെ ജീവിക്കുക, പെരുമാറുക എന്നുള്ളതാണ്. അപ്പോഴാണ് വീണ്ടും സ്വഹാബത്ത് ചോദിക്കുന്നത്, അന്നക്സരി മാ യുദ്ഖിലുൻ നാസ അന്നാറ, ഇന്ന് സ്വർഗത്തിലേക്ക് കൂടുതൽ ആളുകളും എത്തിപ്പെടുന്നത് തഖ്വ കൊണ്ടാണ്, സൽസ്വഭാവം കൊണ്ടാണെങ്കിൽ നരകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിപ്പെടാനുള്ള ഏറ്റവും മർമ്മമായ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഫമു വൽ ഫർജു, അത് മനുഷ്യന്റെ വായയും അവന്റെ രഹസ്യഭാഗവുമാണ്. ഈ ചെറിയ രണ്ട് ചോദ്യത്തിൽ മുത്തുനബിയുടെ രണ്ട് മറുപടിയിലൂടെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതം മുഴുവനും അടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട്?
ജനിച്ചതു മുതൽ മരണം വരെ ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തിക്കുന്നുവോ ആ മുഴു പ്രവർത്തനങ്ങളും ഈ 4 കാര്യങ്ങളുമായി വലിയ ബന്ധമുണ്ട്. അപ്പൊ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അവർ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാരണം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തഖ്വല്ലാഹി വഹുസ്നുൽ ഖുൽഖ്, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? എല്ലാ ഉസ്താദുമാരും വഅദ് പറയും, നമ്മളൊക്കെ ധാരാളം വഅദ് കേൾക്കുന്നവരാണ്. മൊബൈൽ ഫോണിലൂടെ എത്ര വഅദുകൾ കേൾക്കുന്നുണ്ട്, നന്നാകുന്നില്ല. ഈ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധികൾക്ക് വിധേയമായി പോവുക എന്നുള്ളതാണ്. അവന്റെ വിലക്കുകൾ എന്തെല്ലാം ഇവിടെയുണ്ടോ, ഇവിടെ എന്തെല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് വർജിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ടോ, കൽപ്പിച്ചിട്ടുണ്ടോ, അത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തലാണ്. ഇത് ചെറിയ സംഗതിയൊന്നുമല്ല. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞതുപോലെ കേൾക്ക, അള്ളാഹു നിഷേധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. സിമ്പിളാണ് കേൾക്കുമ്പോ, അത് വെറും സിമ്പിളാണ്. പക്ഷേ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുമ്പോ അതിന് വലിയ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്, അതിന് വലിയ പരിശ്രമം നടത്തേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് കാണാം, തഖ്വ എന്ന് പറഞ്ഞാൽ ഹുദല്ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്കാണ് അല്ലാഹുവിന്റെ സന്മാർഗത്തിന്റെ വഴി. എന്താണ് ഈ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനപ്പെട്ടവരെ പഠിപ്പിക്കുന്നത് കാണാം, അതേ രഹസ്യമായ ജീവിതത്തിൽ ഗോപ്യമായി എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ സമയത്തിൽ അല്ലാഹുവിന് വിരുദ്ധമായി വല്ലതും എന്റെ ഭാഗത്തിൽ നിന്ന് വരുന്നുണ്ടോ, വല്ലതും അല്ലാഹു വർജിക്കാൻ കൽപ്പിച്ച കാര്യങ്ങൾ എന്റെ ഭാഗത്തിൽ നിന്ന് സംഭവിക്കാതെ അല്ലാഹുവിന്റെ ഓർമ്മയിലായി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് രഹസ്യ ജീവിതത്തിൽ കൂടിക്കഴിയലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. പരസ്യ ജീവിതത്തിൽ ആർക്കും കഴിയും, അല്ലേ? ആർക്കും കഴിയും തഖ്വ ഉണ്ടാക്കാൻ. കാരണം അല്ലാഹുവിനെ പഠിച്ചിട്ടല്ല, നമ്മളെ കൂടെയുള്ള സുഹൃത്തോ നമ്മുടെ മാതാപിതാക്കളോ ആരെങ്കിലും കണ്ടുപോകുമോ എന്ന് പേടിച്ചിട്ടാ. രഹസ്യമായിരിക്കുമ്പോ ഞാൻ ഒറ്റയ്ക്കാണ്, ഒരു റൂമിൽ കിടക്കാണ്, അല്ലെ ഒരു റൂമിൽ ഒറ്റയ്ക്കാണുള്ളത്. ആ സമയത്ത് ആരും എന്നെ കാണൂല, റബ്ബല്ലാതെ. ഉമ്മ കാണൂല, ഉപ്പ കാണൂല, സുഹൃത്തുക്കൾ കാണൂല, സഹോദരി സഹോദരന്മാർ കാണൂല. ആ സമയത്ത് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിഷേധ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് തഖ്വ. അത് ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ കുറച്ച് പാടാണ്. അത് വിചാരിച്ച പോലെ ഒന്നും നടക്കൂല. ഇന്ന് തഖ്വ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ മോഡേൺ വേൾഡിൽ കാര്യങ്ങളൊക്കെ മോഡേൺ ആയി മാറി. അപ്പൊ തഖ്വയിലെ അടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. യുവാക്കളൊക്കെ എന്തായാലും പോട്ടെ, ചില വയസ്സന്മാർ പോലും മോഡേണിലേക്ക് മാറി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ബേജാറാകും, അല്ലെ? ബാർബർ ഷോപ്പിലൊക്കെ പോയാല്, ഞാൻ ഒരു ബാർബർ ഷോപ്പിൽ പോയ സമയത്ത് ഒരു വയസ്സായ ഒരാള് മുടിയെടുക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങനെ എടുക്കാം? നല്ല ചെക്കന്മാർ എടുക്കും പോലെ, ചെറുപ്പക്കാരൊക്കെ എടുക്കും പോലെ സൈഡ് ഭാഗമൊക്കെ നല്ല വടിച്ച് തലയുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ മുടി വെക്കാര്. നാളെ ഖബറിലേക്ക് കിടക്കാൻ പോകുന്ന കാല് നീട്ടിയിരിക്കുന്ന മനുഷ്യൻ. വയസ്സായ ആളുകൾ മാറി ലോകത്തിലേക്ക് വേണ്ടി അവരുടെ സ്വഭാവങ്ങൾ മാറ്റിയെടുത്തു. മോഡേൺ യുഗത്തിൽ മോഡേണിസ്റ്റുകളായവർ മാറുന്നു. എന്തേ? അള്ളാഹുവിന്റെ പേടിയില്ല. വയതിന്റെ എന്തെങ്കിലും കുറവുണ്ട? നമ്മുടെ നാടുകളിൽ വയതിന്റെ മജ്‌ലിസ് നടക്കുന്നതിനേക്കാൾ കൂടുതൽ യൂട്യൂബൊക്കെ തുറന്നു നോക്കി എത്ര വയലാ കിട്ടാ. നമുക്ക് വേണ്ട വിഷയങ്ങൾ ഏത് വേണമെങ്കിലും അതിന്റെ വിഷയത്തിൽ വയലുണ്ടാവും. ചിലപ്പോ കേൾക്കും, അത് നമ്മളോട് പറയരുത്.
അതിനൊക്കെ നമ്മൾ വരും, സഹകരിക്കും, നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്തു തരും. ആ വിഷയം നമ്മളോട് പറയാം, അത് നമ്മൾ കിട്ടൂല. ഇങ്ങനായി പോകരുത്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ സകല ഭാഗങ്ങളും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ അല്ലാഹുവിൻ്റെവരാണ്. അല്ലാഹുവിനെ തഖ്വ ചെയ്യേണ്ട രൂപത്തിൽ നിങ്ങൾ തഖ്വ ചെയ്യണം. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത് കേട്ടോ. ആരാ പറയുന്നത്? അല്ലാഹു നമ്മളോട് പറയാണ്, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല, ഈമാനിന്റെ പ്രവർത്തനങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകണം. മുഅ്മിനായി കാമിലായ ഈമാനോടുകൂടി മരിക്കാൻ നിന്നെ കൊണ്ട് കഴിയണം. അതിന് നീ ചെയ്യേണ്ട പണി എന്താണ്? ഇത്തഖുല്ലാഹ്. നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും അല്ലാഹുവിന് വേണ്ടിയുള്ള ബോധത്തോടുകൂടി നീ ജീവിക്കണം കേട്ടോ. അങ്ങനെ നീ ജീവിക്കുമ്പോ അല്ലാഹു എല്ലാ വഴികളും നിനക്ക് തുറന്നു തരും. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തയ്യാറ് ചെയ്ത് വെച്ചിരിക്കുന്ന വീടേതാണ്? സ്വർഗമെന്ന വീടാണ്. എല്ലാ സുഖാഡംബരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗമെന്ന വീട് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന് അല്ലാഹു തയ്യാറ് ചെയ്ത് വെച്ചിരിക്കുന്നു. അവൻ അല്ലാഹു നൽകിയിരിക്കുന്നു. എന്തുകൊണ്ട്? അവന്റെ മനസ്സ് മുഴുവനും അല്ലാഹ് എന്ന ചിന്തയിലാണ്. മുഴുവൻ സമയങ്ങളും അല്ലാഹുവിന്റെ ചിന്തയാണ്. അവന്റെ മുന്നിലേക്ക് ഏത് തെറ്റുകൾ വന്നാലും, അവന്റെ മുന്നിലേക്ക് ഏത് പ്രശ്നങ്ങൾ വന്നാലും, തെറ്റ് ചെയ്യാനുള്ള എത്ര അവസരങ്ങൾ ലഭിച്ചാലും അവന്റെ ചിന്തയിലുള്ളത് അല്ലാഹു. അല്ലാഹുവിനെ എനിക്ക് വല്ലാത്ത പേടിയാണ്. ഈ വിഷയത്തിൽ ഞാൻ അല്ലാഹുവിനെ വഴിപ്പെടുന്നവനാണ്. തെറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയൂല. തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സുണ്ടോ? അവന്റെ ഖൽബിൽ അല്ലാഹുവിന്റെ തഖ്വയുണ്ട് കേട്ടോ. തെറ്റ് ചെയ്യാൻ എത്ര അവസരങ്ങൾ കിട്ടും. ഇന്നൊക്കെ ഈ മൊബൈൽ ഫോണിലൂടെ എത്ര തെറ്റുകൾ ചെയ്യാൻ കഴിയും. പഴയ കാലത്തൊക്കെ തെറ്റ് ചെയ്യണമെങ്കിൽ കുറെ പ്രയാസം ഉണ്ടാവായിരുന്നു. വയസ്സായ ആളുകളോട് ചോദിച്ചു നോക്കി, പഴയ കാലത്തെ പ്രേമങ്ങളൊക്കെ ചോദിച്ചു നോക്കി, എന്തായിരിക്കും? ഇന്നൊക്കെ പ്രേമ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ കാലിന്റെ അടിയിലുള്ളതാണ്. നമുക്ക് വേണ്ട സമയത്ത് എടുക്കാം, വേണ്ട സമയത്ത് തിരിച്ചു വെക്കാം. മാറി, ലോകങ്ങളൊക്കെ മാറി. അപ്പൊ തഖ്വ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. തെറ്റിലേക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോൾ പഴയ കാലത്ത് ആളുകൾ ചെയ്തതെന്തായിരുന്നു? നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ്. 3 ചെറുപ്പക്കാർ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോയ സമയത്ത് ഗുഹയുടെ ഭാഗം അടഞ്ഞുപോയി. ആ ഭാഗം അടഞ്ഞുപോയി, അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. അതിൽ 2 ചെറുപ്പക്കാരും അവർ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളെ കുറിച്ച് റബ്ബിനോട് ബോധ്യപ്പെടുത്തുകയും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. അതിൽ 3ാമത്തെ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പറയുന്നത് കാണാം, എന്റെ ഉപ്പയുടെ സഹോദരൻ ഒരു മകളുണ്ടായിരുന്നു. നല്ല സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവൾക്ക് എന്തോ ഒരു സാമ്പത്തികമായിട്ടുള്ള ആവശ്യം വന്നപ്പോൾ ആ പെണ്ണ്, ആ ഉപ്പയുടെ സഹോദരന്റെ മകൾ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ദീനാർ ചോദിക്കുകയാണ്. എനിക്ക് അല്പം ദീനാറിന്റെ ആവശ്യമുണ്ട്. ഞാനാണെങ്കിൽ കുറച്ചൊക്കെ സമ്പന്നനാണ്, എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിനൊക്കെ തുകയുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ആ സഹോദരി പറയും, ദീനാറിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് ദീനാറ് തരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അവളോട് പറഞ്ഞു, ഒക്കെ ഞാൻ തരാം, നിനക്ക് എത്ര ആവശ്യമുണ്ടോ അതെല്ലാം തരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അലാ അൻ തുഖല്ലിയ ബൈനി വബൈന നഫ്സിഹാ, നിന്റെ ശരീരം ഒന്ന് എനിക്ക് തരണം, നിന്റെ ശരീരവുമായി സുഖിക്കാനുള്ള ഒരു അവസരം എനിക്ക് തരണം.
എന്നാ നീ ചോദിക്കുന്നതിനേക്കാൾ ഡബിളായിട്ടുള്ള ക്യാഷ് ഞാൻ നിനക്ക് നൽകാം. ഈ സഹോദരിയാണെങ്കിൽ പൊരുതിമുട്ടി നിൽക്കാണ്, വേറെ വഴിയൊന്നുമില്ല. ഇപ്പൊ അത്യാവശ്യമായി ദീനാറ് കയ്യിൽ കിട്ടണം, വേറെ വഴികളൊന്നും കാണുന്നില്ല. ഈ സഹോദരി അതിന് വഴങ്ങി. സഹോദരി പറഞ്ഞായിക്കോട്ടെ, എന്റെ ശരീരം ഞാൻ സമർപ്പിക്കാം. അങ്ങനെ ഈ ചെറുപ്പക്കാരനൊക്കെ ഒരുങ്ങി. എന്തിനാണ്? ഈ പെണ്ണുമായി വ്യഭിചരിക്കാൻ, ഈ പെണ്ണുമായി ഒന്ന് സല്ലപിക്കാൻ വേണ്ടി ഈ ചെറുപ്പക്കാരൻ അങ്ങ് ഒരുങ്ങിയാണ്. അങ്ങനെ ഈ പെണ്ണിനുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടാൻ തുനിയുന്ന സമയത്ത് ആ പെണ്ണവിടെന്ന് പറഞ്ഞു, ഇത്തഖില്ലാ, ഓ മനുഷ്യ, നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ? അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. അല്ലാഹു ഷാഹിദി, അല്ലാഹു നാദിരി, അല്ലാഹു മഈ എന്നുള്ള ഒരു വചനം നിന്റെ മനസ്സിലില്ലേ? അല്ലാഹുവിനെ നിനക്ക് ഭയപ്പെടാൻ കഴിയുന്നില്ലേ? ഇത്തഖില്ലാ എന്നുള്ള ഒറ്റ വാചകം കേട്ട സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, വലാ തഫുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖിഹി. ആ പെണ്ണ് പറഞ്ഞു, നിനക്ക് ഞാനുമായി സുഖത്തിൽ ഏർപ്പെടണമെങ്കിൽ എന്നെ കല്യാണം കഴിച്ചോ. എന്നാ പിന്നെ അവിടെ പ്രശ്നം വരൂലല്ലോ. എന്നെ കല്യാണം കഴിക്കാതെ ഞാനുമായി ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അത് നിഷിദ്ധമാണല്ലോ. അതുകൊണ്ട് നിനക്ക് അല്ലാഹുവിന്റെ പേടിയില്ലേ എന്ന ഇത്തഖില്ല എന്നുള്ള ഒറ്റ വചനം കൊണ്ട് ആ ചെറുപ്പക്കാരൻ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഈ സംഭവം ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് പറയാണ്, പടച്ചോനെ, ഞാൻ ആ ചെയ്ത കാര്യം വലിയ നന്മയുള്ളതാണെങ്കിൽ, അത് അല്ലാഹുവിന്റെ നിന്റെ അരികിൽ വലിയ കൂലിക്ക് സാധ്യതയുള്ളതാണെങ്കിൽ, തെറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചപ്പോൾ ഞാൻ ആ തെറ്റിൽ നിന്ന് മാറി നിന്നത് വലിയ സുഹൃതമാണെങ്കിൽ ഈ ഗുഹയുടെ ഒരു ഭാഗമൊന്ന് തുറന്നു തരണം. തുറന്നു കൊടുത്തു. ഈ മൂന്നാളുകളും ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പൊ തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോ ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സുണ്ടോ, എന്നാൽ അവന് വിജയിക്കാൻ കഴിയും. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, തെറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാക്കി നടക്കാം അല്ലേ? നമ്മളെ വീട്ടിലുള്ള പെൺമക്കൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പെൺമക്കൾ അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ എന്താവും, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. മൊബൈൽ ഫോൺ വേണോ എന്നാ കൊടുക്കും. വേറെ എന്തെങ്കിലും സൗകര്യം വേണോ, വണ്ടി വേണോ, അത് മേടിച്ചു കൊടുക്കും. എന്റെ മോഡൽ ഉസ്താദെ പഠിച്ചോട്ടെ, ഉഷാറാകട്ടെ. ഇത് വേറെ പഠിപ്പം മൊത്തം നമുക്കറിയില്ല ഇവരെന്താണ് പോയി ചെയ്യുക. ഇവരാ മൊബൈൽ ഫോണിലൂടെ എന്തെല്ലാം വൃത്തികേടുകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് മാതാപിതാക്കളായ നമ്മൾ അറിയുന്നില്ല എന്ന് ഖേദിക്കും. റബ്ബിന്റെ മുന്നിലേക്ക് എത്തുമ്പോ ഖേദിക്കും. മക്കള് നിങ്ങൾക്കെതിരായി സാക്ഷി പറയുന്ന ഘട്ടം വരും. ആ സമയത്ത് മക്കള് പറയും, ഞാൻ ചോദിച്ചു മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞു, ഉപ്പ മേടിച്ചു തന്നു, എനിക്ക് വിവരമില്ലായിരുന്നു. ഞാൻ വണ്ടി വേണമെന്ന് പറഞ്ഞു, മേടിച്ചു തന്നു, എനിക്ക് വിവരമില്ലായിരുന്നു. പക്ഷെ അവിടെ കുടുങ്ങൽ മാതാപിതാക്കളായ നമ്മളാണ്. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിലായാലും ഏത് വിഷയത്തിലായാലും നമ്മൾ അല്ലാഹുവിനെ നമ്മൾ പേടിക്കണം. എല്ലാ വിഷയത്തിലും നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെടണം. അങ്ങനെ ഭയപ്പെടുമ്പോൾ നമുക്ക് അല്ലാഹു നൽകുന്നത് വലിയ സ്വർഗമാണ്. ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. ശരീരത്തിന്റെ ദേഹേച്ഛകൾക്കനുസരിച്ച് ജീവിക്കാൻ പാടില്ല. ശരീരം പലതും പറയും. പൈശാചികമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടുണ്ടാകും. നമ്മളെ കൊണ്ട് പലതും ഇങ്ങനെ ചെയ്യിപ്പിക്കും. നമ്മൾ അതിലൊന്നും കുടുങ്ങിപ്പോകരുത്. നമ്മുടെ ഖൽബ് മുഴുവനായി അല്ലാഹുവിലേക്ക് സമർപ്പിക്കാൻ കഴിയണം. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. നിന്റെ ശരീര ഇച്ഛക്കനുസരിച്ച് നീ ജീവിക്കാതെ അല്ലാഹുവിനെ നീ ഭയന്ന് പോയാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. നിനക്ക് അല്ലാഹു നൽകുന്നത് സ്വർഗമാണ്. ആ സ്വർഗത്തിലാണ് നീ വസിക്കേണ്ടത്. കാരണം നീ
അള്ളാഹുവിന് വിധേയമായി ജീവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തെറ്റുകൾ വരുമ്പോ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സ് വേണം. അതുകൊണ്ട് തഖ്വയാണ് പ്രധാനപ്പെട്ടത്. തഖ്വല്ലിലാഹി മദാറു കുല്ലി സഅദത്തിൻ വതിബാഉ വഹുവ റഅസു ശർരി ഹബായിലാ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനമാണ്. ആ വിജയത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴി അള്ളാഹുവിനെ തഖ്വ ചെയ്യുക എന്നുള്ളതാണ്. പൈശാചികമായ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കണം. പൈശാചികമായ ചിന്തകളിൽ മാറി നിൽക്കണം. തെറ്റുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിച്ചാൽ ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. ബനു ഇസ്രായേലിൽ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. ആബിദായ മനുഷ്യനാണ്. ധാരാളം വർഷങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത മനുഷ്യനാണ്. ആ നാട്ടിലെ രാജാവ് ഈ മനുഷ്യന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കുടിൽ നിർമ്മിച്ചു കൊടുത്തു. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കുടിൽ. എന്നിട്ട് ആ നാട്ടിലെ രാജാവ് രാവിലെയും വൈകുന്നേരവും ഈ ആബിദായ മനുഷ്യനെ വന്നിങ്ങനെ സന്ദർശിക്കും. ഈ മനുഷ്യനെ തിന്നാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള പാനീയവും അല്ലാഹു സൗകര്യം ചെയ്തു കൊടുത്തത് എങ്ങനെയാണ്? ആ മനുഷ്യന്റെ ആ മനുഷ്യന് എന്തെല്ലാം കഴിക്കാൻ കൊതിക്കുന്നുണ്ടോ, എന്തെല്ലാം കൊതിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതെല്ലാം അവന്റെ തലയുടെ മുകളിൽ അല്ലാഹു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. തലയുടെ മുകൾ ഭാഗത്തേക്ക് കൈ ഉയർത്തിയാൽ അതേ ഭക്ഷിക്കാനുള്ള ഭക്ഷണം ലഭിക്കും, ദാഹിച്ചാൽ കുടിക്കാനുള്ള പാനീയം ലഭിക്കും. എന്തുകൊണ്ട്? അല്ലാഹു നൽകിയ സംവിധാനമാണ്. അങ്ങനെ കുറെ കാലം ഇബാദത്തിലായി ജീവിക്കുന്ന സമയത്ത്, അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മനുഷ്യന്റെ കുടിലിന്റെ ഭാഗത്തിലേക്ക് ഒരു പെണ്ണ് വരികയാണ്. രാത്രി സമയമാണ്. അങ്ങനെ ഒരു പെണ്ണ് വരുന്നു. നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്, സുന്ദരിയായ പെണ്ണാണ്. ആ പെണ്ണ് വന്നുകൊണ്ട് ഈ മനുഷ്യന്റെ കുടിലിൽ മുട്ടിക്കൊണ്ട് പറയുകയാണ്, യാ സയ്യിദി ബിഹഖിൽ മഅബൂദി ഇല്ലാ മാ ബയ്യതനി ഇൻദക ലൈല ഫഇന്നി അഖ്ശാ അലാ നഫ്സി. അങ്ങനെ മുട്ടിയ സമയത്ത് ഈ ആബിദായ മനുഷ്യൻ കുടിലിൽ നിന്ന് പുറത്തു പോവുകയാണ്. അങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു പെണ്ണിനെയാണ്. ആ പെണ്ണിനെ കണ്ട സമയത്ത് പെണ്ണ് പറഞ്ഞു, രാത്രി സമയമാണ്, വമകാനി ബഈദ്, എന്റെ വീട് വിദൂരത്താണ്, എനിക്ക് പാർക്കാനുള്ളൊരു സൗകര്യം ചെയ്തു തരണം. ഞാൻ ഇവിടെ എവിടെങ്കിലും ഒന്ന് കിടന്നോളാം, രാവിലെയായി ഞാൻ എണീറ്റ് പോയിക്കോളാം. അതുകൊണ്ട് എനിക്ക് കിടന്നുറങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണം. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, എന്നായിക്കോട്ടെ, കയറിക്കോ, ഒരു ഭാഗം കാണിച്ചു കൊടുത്ത് അവിടെ കിടന്നോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആബിദായ മനുഷ്യൻ വീണ്ടും ഇബാദത്തിലേക്ക് കൂടിക്കഴിയുകയാണ്. അങ്ങനെ നിസ്കാരത്തിലേക്ക് ഈ മനുഷ്യൻ കടന്നു. അങ്ങനെ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെണ്ണ് ചെയ്ത പണി എന്താണെന്നറിയോ? ഈ പെണ്ണ് കിടന്നുറങ്ങുന്നതിന് പകരം അവളുടെ ശരീരത്തിലുള്ള മുഴുവൻ വസ്ത്രങ്ങളും അഴിച്ചെടുത്തു. എന്നിട്ട് നഗ്നയായി കൊണ്ട് ഈ മനുഷ്യന്റെ മുന്നിലേക്ക് പോയി നിൽക്കുകയാണ്. ഈ മനുഷ്യനാണെങ്കിൽ നിസ്കാരത്തിലാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോൾ ഈ പെണ്ണ് നഗ്നയായി നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ മനുഷ്യന് രണ്ടും കൈ മുഖത്തേക്ക് കണ്ണടച്ചുകൊണ്ട് പറയുകയാണ്, അല്ല പെണ്ണെ, വൈലക്കി, നിനക്കെന്താ പറ്റിയത്? നിനക്കെന്താ പറ്റിയത്? ആ വസ്ത്രമെല്ലാം അഴിച്ചുകൊണ്ട് എന്തിനാണ് നഗ്നയായി നീ നിൽക്കുന്നത്? നീ എല്ലാം വസ്ത്രം ധരിച്ചോ? വസ്ത്രം നീ അയച്ചു വെക്കണ്ട, നിനക്കെന്താ പറ്റിയത്? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ വസ്ത്രം ധരിക്കൂല, ഞാൻ വസ്ത്രം ധരിക്കൂല. കാരണം എനിക്ക് നിങ്ങളുമായി ഒന്ന് സല്ലപിക്കണം, എനിക്ക് നിങ്ങളുമായി ഒന്ന് സുഖത്തിലേർപ്പെടണം. നിങ്ങൾ നല്ല ആബിദായ മനുഷ്യരാണല്ലോ, എനിക്ക് നിങ്ങളുമായി ഒന്ന് ശാരീരിക ബന്ധത്തിലേർപ്പെടണം എന്ന് പറഞ്ഞപ്പോ
ഈ മനുഷ്യൻ മനസ്സിലൊന്ന് പറയാണ്, എന്താണ് ഈ പെണ്ണ് പറയുന്നത്, ഈ പെണ്ണെന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ആ പെണ്ണ് വീണ്ടും പറയാണ്, എനിക്ക് നിങ്ങളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് ഈ മനുഷ്യൻ ആ പെണ്ണിനോട് പറഞ്ഞു, ഇത്തഖില്ലാ, അല്ലാഹുവിനെ ഭയന്നോ മോളെ, അല്ലാഹുവിനെ പേടിച്ചോ മോളെ, അല്ലാഹുവിനെ തഖ്വ ചെയ്തോട്ടോ, അല്ലാഹുവിന്റെ ശിക്ഷയെ നീ ഒന്ന് ഭയപ്പെടണം. വ്യഭിചരിക്കാന്ന് പറഞ്ഞാൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക്കാന്ന് പറഞ്ഞാൽ സുഖമുള്ള സംഗതിയായിരിക്കും. പക്ഷേ അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നീ ഒന്ന് ഓർക്കണം, അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നീ ഒന്ന് ഭയപ്പെടണം കേട്ടോ. ഈ പെണ്ണതിൽ നിന്ന് പിന്മാറുന്നില്ല, ഈ പെണ്ണ് പിന്മാറുന്നില്ല. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, നമുക്കൊരു പണിയെടുക്കാം, നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? ഈ മനുഷ്യൻ അതേ ഒരു കൊള്ളിയിൽ തീ കത്തിച്ചു കൊണ്ടുവന്ന് ഈ പെണ്ണിന്റെ മുന്നിൽ വെച്ച് പറയുകയാണ്, ഈ തീയിലേക്ക് ഞാൻ എന്റെ വിരലുകൾ നീട്ടിവെക്കും, എന്റെ കയ്യിലെ വിരലുകളെല്ലാം ഞാൻ ഈ തീയിലേക്ക് നീട്ടിവെക്കും. എന്നിട്ടോ ഞാൻ ഇങ്ങനെ ആ തീയുടെ മുകളിലേക്ക് എന്റെ വിരലുകൾ ഞാൻ പിടിക്കും. അങ്ങനെ എന്റെ വിരലുകൾ വേദനിച്ചാലോ, എന്റെ വിരലുകൾ കത്തിക്കരിഞ്ഞു പോയാലോ, ഇത് നരകത്തിലേക്കുള്ള സൂചനയാണ്, അള്ളാഹുവിന്റെ നരകത്തെ കുറിച്ച് ഭയപ്പെടാനുള്ളതിലേക്കുള്ള സൂചനയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു. പെണ്ണ് പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞു. ഈ പെണ്ണ് പിന്മാറുന്ന വിഷയമേ ഇല്ല. ഈ മനുഷ്യനാണെങ്കിൽ അള്ളാഹുവിന്റെ അദാബുകളെ കുറിച്ച് ഇങ്ങനെ പറയാണ്. എന്നിട്ട് തീ കൊണ്ടുവന്ന് വെച്ചു. ഈ മനുഷ്യൻ കൈ ആ തീയുടെ മുകളിലേക്ക് വെക്കുകയാണ്. അങ്ങനെ വെച്ചപ്പോ ഈ മനുഷ്യന്റെ ഓരോ വിരലുകളും കത്തിച്ചാമ്പലായി പോവുകയാണ്, കരിഞ്ഞു പോവുകയാണ്. അങ്ങനെ ആ കയ്യിലുള്ള മുഴുവൻ വിരലുകളും അങ്ങ് കത്തിപ്പോയി, അത് കരിഞ്ഞു പോവുകയാണ്. ഇത് കണ്ട സമയത്ത് ആ പെണ്ണിന് ബോധം കെട്ടുപോയി. ഈ മനുഷ്യൻ ജീവനോടുകൂടി ആ തീയുടെ മുകളിലേക്ക് കൈകൾ ഇങ്ങനെ വെച്ചതുകൊണ്ട് കൈയുടെ മുഴുവൻ വിരലുകളും അത് കത്തിച്ചാമ്പലായി പോവുകയാണ്. ഇത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പെണ്ണ്, ഇത് കണ്ട സമയത്ത് പെണ്ണിന്റെ ബോധം പോയി. അങ്ങനെ ഈ മനുഷ്യൻ പെണ്ണിന്റെ അടുത്ത് വന്നുകൊണ്ട് പെണ്ണിന്റെ ശ്വാസമുണ്ടോ എന്ന് നോക്കുമ്പോ ആള് മയ്യത്തായിരിക്കാണ്, ഈ പെണ്ണ് മരണപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ആ പെണ്ണിന്റെ വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ പെണ്ണിനിക്ക് വസ്ത്രം ധരിപ്പിക്കുകയാണ്. എന്നിട്ടോ ഈ പെണ്ണിനെ ഒരു ഭാഗത്ത് കിടത്തിക്കൊണ്ട് ഈ മനുഷ്യൻ, ആബിദായ മനുഷ്യൻ, വീണ്ടും നിസ്കാരത്തിലേക്ക് കടന്നു. വീണ്ടും നിസ്കാരത്തിലേക്ക് കടക്കാൻ ഈ വ്യഭിചരിക്കാൻ ആവശ്യപ്പെട്ട പെണ്ണ് ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ആ പെണ്ണിന്റെ മുന്നിൽ കൈകൾ ഇങ്ങനെ വെച്ച് കത്തിച്ചാമ്പരാത് കണ്ടപ്പോൾ ഈ പെണ്ണ് മയ്യത്തായി പോയി. എന്നിട്ട് ഈ പെണ്ണിന്റെ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചൊരു ഭാഗത്ത് ഇങ്ങനെ കിടത്തി. എന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നിസ്കരിക്കാണ്. തെറ്റുകൾ മുന്നിൽ വന്നിരിക്കെ തെറ്റൊന്നും ചിന്തിക്കുന്നില്ല, അള്ളാഹുവിന്റെ ചിന്തയിലാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ നിസ്കരിക്കാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. ഫലമ്മ അസ്ബഹ സ്വബാഹ്, അങ്ങനെ പ്രഭാതമായപ്പോൾ, സുബഹിയായപ്പോൾ, വഖഫ ഇബ്ലീസു അലാ ബാബി സൗമതിഹി, ആ മനുഷ്യന്റെ, ആബിദായ മനുഷ്യന്റെ കുടിലിന്റെ വാതിൽക്കൽ വന്ന് ഇബ്ലീസ് നിൽക്കുകയാണ്. ലഅനത്തുല്ലാഹ്. ഇബ്ലീസ് ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുങ്കയാണ്. ഈ ഇബ്ലീസ് വന്ന മനുഷ്യന്റെ വാതിലിന്റെ അരികിൽ നിൽക്കുകയാണ്. എന്നിട്ടോ ആ ഇബ്ലീസ് അവിടെ നിന്ന് ഭയങ്കര വച്ചത്തിൽ വിളിച്ചു പറയാണ്. ആ നാട്ടിൽ മുഴുവൻ ആളുകൾ കേൾക്കും വിധത്തിൽ വിളിച്ചു പറയാണ്, അർറാഹിബു സനാബി ഫുലാന, ഈ കുടിലിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ഇന്ന പെണ്ണുമായി വ്യഭിചരിച്ചിരിക്കുന്നു എന്നിങ്ങനെ അനൗൺസ് ചെയ്യാണ്. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും കേൾക്കും വിധത്തിൽ ഈ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്. എന്നിട്ട് ഈ ഇബ്ലീസ് പറയാണ്, ഈ മനുഷ്യൻ ആ പെണ്ണുമായി വ്യഭിചരിച്ചു, കഴിഞ്ഞില്ല, വഖതലഹാ, ഈ
പെണ്ണിനെ വ്യഭിചരിച്ചതിന് ശേഷം ഇതേ മനുഷ്യൻ കൊന്നുകളഞ്ഞിരിക്കുന്നു. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന് നാട്ടുകാരോട് പറഞ്ഞപ്പോ നാട്ടുകാരെല്ലാരും വന്നു കൂടുകയാണ്. ഇവിടെ തടിച്ചുകൂടി. നാട്ടിലെ രാജാവും വന്നു. എന്നിട്ട് രാജാവ് വന്നുകൊണ്ട് ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഐന ഫുലാന, നീ വ്യഭിചരിച്ച പെണ്ണെവിടെയാണ്? ഈ മനുഷ്യൻ പറഞ്ഞു, ഐന്തി, ആ പെണ്ണിന്റെ അടുത്തുണ്ട്. അപ്പൊ രാജാവ് പറഞ്ഞു, കുല്ലാ തന്തിൽ, എന്നാ പെണ്ണിനോട് പറ, പുറത്തിറങ്ങി വരാൻ പറയ്. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഇന്നഹാ മാതത്, ആ പെണ്ണ് മരിച്ചിരിക്കുന്നു. രാജാവ് പറഞ്ഞു, എന്ന് നീ വ്യഭിചാരൊക്കെ നടത്തിയിട്ട് നിന്റെ തൃപ്തിയൊക്കെ അടങ്ങിയതിന് ശേഷം നീ ആ പെണ്ണിനെ കൊന്നുകളഞ്ഞില്ലേ? ആ മനുഷ്യനോട് രാജാവ് പറഞ്ഞപ്പോൾ എന്നിട്ട് ഈ രാജാവ് ഭടന്മാരോട് പറഞ്ഞു, ആ മനുഷ്യനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പോകണം, ബന്ധിപ്പിക്കണം, അതിനുവേണ്ട ശിക്ഷാ നടപടികൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഭടന്മാർ ആ മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് വേണ്ട ശിക്ഷകളൊക്കെ നടപ്പിലാകുന്ന സമയത്ത് ഈ രാജാവ് വ്യഭിചാരത്തിനുള്ള ശിക്ഷകളൊക്കെ നടപ്പിലാക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു അശരീരം കേൾക്കുകയാണ്. എന്താണ് അശരീരം? അതേ ആകാശത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. രാജാവിനോട് പറയുകയാണ്, ഓ മനുഷ്യ, നിങ്ങൾ ആ മനുഷ്യനെ നിങ്ങളൊന്നും ചെയ്യരുത്, നിങ്ങൾ ശിക്ഷിക്കാൻ പോകരുത്. ആ മനുഷ്യനൊന്നും ചെയ്തിട്ടില്ല, ആ മനുഷ്യനൊരു തെറ്റിലും കൂടിയിട്ടില്ല, ആ പെണ്ണുമായി വ്യഭിചരിച്ചിട്ടില്ല. നിങ്ങൾ ആ മനുഷ്യന് ശിക്ഷ കൊടുക്കരുത്, ആ മനുഷ്യനെ നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കരുത്. നിങ്ങൾ ഒരു സമയം നിങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഇതേ ആകാശത്തിൽ നിന്നൊരു മലായിക്കത്ത് ഇറങ്ങി വരികയും ഈ പെണ്ണിന്റെ റൂഹ് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, ആ പെണ്ണ് എണീറ്റ് വരികയാണ്. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, ഇന്നഹു മദ്ലൂം വമാ സനാ ബി വമാ ഖതലനി. ആ മനുഷ്യൻ നിരപരാധിയാണ്. അവന് ഞാനുമായി വ്യഭിചരിച്ചിട്ടില്ല, ആ മനുഷ്യൻ എന്നെ കൊന്നിട്ടില്ല. നിങ്ങളെല്ലാവരും കൂടി ആരോപിച്ചതാണ്. ആ മനുഷ്യൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് ഈ പെണ്ണ് വിളിച്ചു പറയുകയാണ്. അങ്ങനെ പറഞ്ഞ സമയത്ത് ഈ മനുഷ്യനുമായി സംഭവിച്ച കാര്യങ്ങളൊക്കെ പെണ്ണ് പറഞ്ഞല്ലോ, എല്ലാ ആളുകൾക്കും ബോധ്യപ്പെടുകയാണ്. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കൈയൊന്ന് നിങ്ങൾ നോക്കൂ. അങ്ങനെ ഈ മനുഷ്യൻ കൈയൊന്ന് പുറത്തെടുത്ത സമയത്ത് കൈ മുഴുവനായും കരിഞ്ഞിരിക്കുകയാണ്, കൈ വിരലുകൾ കത്തിച്ചാമ്പലായിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ നാട്ടുകാർക്ക് ബോധ്യപ്പെടുകയാണ്. എന്നിട്ടോ ഈ രാജാവിനോട്, ഈ നാട്ടുകാരോട് പറയുകയാണ്, അല്ലെങ്കിൽ ഈ നാട്ടുകാർ മുഴുവനും കൂടിക്കൊണ്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് എന്താ നമുക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങൾ വിശദമായി വിവരിച്ചപ്പോൾ നാട്ടുകാർക്ക് മുഴുവനും ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ബോധ്യപ്പെട്ട സമയത്തോടുകൂടി ആ മനുഷ്യനും മനുഷ്യനും മരണപ്പെടുകയാണ്. ആ പെണ്ണും അതേ സമയത്ത് മരണപ്പെടുകയാണ്. എന്നിട്ട് രാജാവ് പറഞ്ഞു, രണ്ടാളുകളെ ദഫൻ ചെയ്യാൻ വേണ്ടി, രണ്ടാളുകളെ മറമാടാൻ വേണ്ടി നിങ്ങൾ ഒരു ഖബർ കുഴിക്കണം. ഖബർ കുഴിച്ച് രണ്ടാളുകളെയും നിങ്ങൾ മരമാടണം. എന്നിട്ട് രണ്ടാളുകളെയും നിങ്ങൾ ദഫൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഭടന്മാർ ഖബർ കുഴിക്കുകയും എന്നിട്ട് ഈ രണ്ടാളുകളെയും ദഫൻ ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ആകാശത്തിൽ നിന്ന് ശരീരം കേൾക്കുകയാണ്, ഒരു ശബ്ദം കേൾക്കുകയാണ്. അന്നല്ലാഹ തആല ഖദ് നസബ ലഹുമാ മിംബറൻ തഹ്തൽ അർശി. അർശിന്റെ താഴെ ഭാഗത്ത് ഈ രണ്ടാളുകൾക്കും അല്ലാഹു ഒരു മിംബർ തയ്യാർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ആ മിമ്പറിനെ മലായിക്കത്ത് കാത്തു നിൽക്കുന്നുണ്ട്.
മലായികത്ത് ആ മിമ്പറിനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആബിദായ മനുഷ്യന് ഹൂറുൽ ഈങ്ങളിൽ നിന്ന് 1000 ഹൂറുൽ ഈങ്ങൾ അല്ലാഹു അവന് വേണ്ടി അതേ വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു സംഭവം ഒരു അശരീരം ആകാശത്തിൽ നിന്ന് കേൾക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ എത്ര തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ മുന്നിൽ എത്ര തെറ്റുകൾക്കുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ അവസരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അള്ളാഹുവിന്റെ ചിന്തയിലായി ജീവിക്കാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ഓർമ്മയിലായി ജീവിക്കാൻ കഴിഞ്ഞാൽ അത് അള്ളാഹു എല്ലാ വഴികൾക്കും എളുപ്പമാക്കുന്നതാണ്. അങ്ങനെ ഈ ആബിദായ മനുഷ്യൻ തെറ്റ് മുന്നിൽ ലഭിക്കുമ്പോൾ ആ തെറ്റിലേക്ക് പോകാതെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ചപ്പോ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാ വഴികളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. ഈ മനുഷ്യൻ കുടുങ്ങാൻ വേണ്ടി പോയ സമയത്താണല്ലോ ഇവന് നല്ല സഹലിന്റെ വഴി, രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുത്തത്. അങ്ങനെയാണ് മുത്തഖീങ്ങളായ ആളുകൾ. നമ്മളൊക്കെ താജുൽ ഉലമയെ അനുസ്മരിക്കുന്നില്ലേ? ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു ദർജ ഉയർത്തട്ടെ. അല്ലാഹു ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. ആ താജുൽ ഉലമയെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? വലിയ ആലിമാണ്, വലിയ പണ്ഡിതനാണ്, ബഹ്റു പോലോത്ത ഇൽമു നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിതനാണ്. എല്ലാ കിതാബുകളും ദർസ് നടത്താൻ കഴിവുള്ള മഹാപണ്ഡിതനായിരുന്നു താജുൽ ഉലമ. ആ താജുൽ ഉലമ ഒരു ദിവസം വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. വീട്ടിൽ കിടന്നുറങ്ങിയ സമയത്ത് വീട്ടിന്റെ ഡോറ് പേരക്കുട്ടി ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ചാവി പേരക്കുട്ടിയുടെ കയ്യിലാണ്. അങ്ങനെ പാതിരാ സമയത്ത് പേരക്കുട്ടി ഡോറ് തുറന്ന് പുറത്തേക്ക് വരുമ്പോ താജുൽ ഉലമ പുറത്ത് കാണാണ്. താജുൽ ഉലമയെ വീടിന്റെ പുറത്ത് കാണുകയാണ്. ഇത് കണ്ടപ്പോ പേരക്കുട്ടി അത്ഭുതപ്പെട്ടു പോയി. ഇതെന്താ, ഞാൻ പൂട്ടിയിട്ട് ചാവി എന്റെ കയ്യിലാണല്ലോ, തങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? പേരക്കുട്ടി ചോദിച്ചു, അല്ല തങ്ങളെ, നിങ്ങൾ എങ്ങനെ പുറത്തേക്ക് വന്നു? ചാവി എന്റെ കയ്യിലാണല്ലോ. അപ്പോഴേക്ക് തങ്ങൾ പറഞ്ഞ മറുപടി, നിന്റെ ചാവി ആർക്ക് വേണടോ? നിന്റെ ചാവി ആർക്ക് വേണടോ? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ആയുധത്തിന്റെ ആവശ്യം. എല്ലാ വഴികളും അല്ലാഹു തുറന്നു കൊടുക്കും. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. നല്ല മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും അല്ലാഹുവിന്റെ ഓർമ്മയിൽ വേണം. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഏത് സമയത്തിലും മുഴുവൻ സമയങ്ങളിലും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഓർമ്മ വേണം, ചിന്ത നിങ്ങൾക്ക് വേണം. വലാ തഹ്സബന്നല്ലാഹ യുഗ്ഫീലു മാ മളാ വലാ അന്നമാ യഖ്ഫാ അലൈഹി യഗീബു. ഇമാം ശാഫിഈ തങ്ങൾ പറയാണ്, അല്ല നിന്നെ കാണുന്നില്ല എന്ന വിചാരത്തിലേക്ക് നീ പോകണ്ട. നീ എവിടെ പോയാലും എന്ത് ചെയ്താലും ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും നിന്റെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു കാണുന്നുണ്ട്. അല്ലാഹു മുഴുവനും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാം റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധത്തിലേക്ക് നീ എത്തുമ്പോഴാണ് നീ യഥാർത്ഥത്തിലുള്ള മുത്തഖിയായി മാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നിനക്ക് ലഭിക്കുന്നത് എന്താണ്? നിന്റെ എല്ലാ തെറ്റുകളും അല്ലാഹു മായ്ക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമൻ യത്തഖില്ലാഹ യുകഫിറു അൻഹു സയ്യിആതിഹി. ആരെങ്കിലും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊറുക്കാനുള്ള കാരണമാണ്. തസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ അധികരിപ്പിക്കേണ്ടത് എന്താണ്? നിങ്ങൾ ധാരാളം കാര്യങ്ങൾ അധികരിപ്പിക്കണം. നിങ്ങൾ അധികരിപ്പിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഖൈറായ ഏതാണ്? തഖ്വല്ലാഹ്. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്.
അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയ തെറ്റുകളാണെങ്കിലും ആ തെറ്റിനവർ കാണുന്നത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഫീ അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ തെറ്റിനെ കാണുന്നത് എങ്ങനെയാണ്? അവന്റെ തലയുടെ മുകളിൽ ഒരു വലിയ പർവ്വതം, അവന്റെ തലയുടെ മുകളിൽ ഒരു വലിയ പർവ്വതം അവന്റെ മുകളിലേക്ക് വീഴാൻ നിൽക്കുന്നത് പോലെ തെറ്റുകളെ കാണുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതേ സമയത്തോ വഇന്നൽ ഫാജിറ, തെമ്മാടികളായ ആളുകൾ യറാദുനൂബഹു, അവരവരെ തെറ്റിനെ കാണുന്നത് എങ്ങനെയാണ്? കദുബാബിൻ, ഒരു ഈച്ചയെ പോലെയാണ്. വഖാലാം ഫീഹി, അവന്റെ മൂക്കിന്റെ ഭാഗത്ത് വന്ന് ഒരു ഈച്ച ഇരുന്നാൽ ഫഖാലഹു വഖദാ ഫത്താർ, ആ മനുഷ്യൻ വിരലുകൊണ്ടായി ഈച്ചയെ ആട്ടി ഓടിക്കുന്നത് പോലെയാണ്. തെമ്മാടികളായ ആളുകൾ തെറ്റുകളെ കാണുന്നത് അതുപോലെയാണ്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളെ കാണേണ്ടത് വലിയ ഗൗരവത്തോടുകൂടിയാണ്. തെറ്റുകളെ കാണേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇന്നൊക്കെ എന്തൊക്കെ തെറ്റുകളാ ചെയ്യുന്നത്? നമ്മുടെ നാടുകളിലൊക്കെ കല്യാണം നടക്കൂല. ഈ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കോപ്രായങ്ങളാണ്, എന്തെല്ലാം ആഭാസങ്ങളാണ്, എന്തെല്ലാം തെറ്റുകളാണ് നടക്കുന്നത്. കല്യാണം ഉറപ്പിച്ചാൽ മതി. കല്യാണം ഉറപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിലുള്ള ഒരു സംഗതിയാണ്. എൻഗേജ്മെന്റിന്റെ പേരിൽ പലതും നടത്തുന്നുണ്ട്. എൻഗേജ്മെന്റ് എന്നുള്ളത് ഇസ്ലാമിലുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ആ എൻഗേജ്മെന്റിന്റെ പേരിൽ പല തെറ്റുകളും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത, അള്ളാഹു പൊരുത്തപ്പെടാത്ത പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നു. അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ എൻഗേജ്മെന്റ് ഒക്കെ നടന്നാൽ ആ വീട്ടില് പെണ്ണിന്റെ അടുത്ത് ഈ ചെക്കന് പോയി നിൽക്കും, കൈ പിടിക്കും, ഫോട്ടോ എടുക്കുന്ന ആള് പറയണം കയ്യേടെ വെക്കണോ. ഇവര് രണ്ടാള് കയ്യേടെ വെക്കണോ എന്നുള്ള തീരുമാനിക്കുന്ന ആരാ? മൂന്നാമത്തെ ഒരാളാണ് ഫോട്ടോഗ്രാഫർ. പറയാം ആ കൈമെല്ലാം അപ്പുറം വെക്കും, കൈമെല്ലാം കുറച്ച് ഇപ്പുറം വെക്കും. അപ്പൊ ഓല് പറഞ്ഞതിനനുസരിച്ചിട്ട് എന്താവാ, ഇവരിങ്ങനെ ആട്ടിക്കൊടുക്ക. ചെയ്ത മൊത്തം ഹറാമാണ്. എൻഗേജ്മെന്റ് കയ്യലോടുകൂടി ഹലാലായി കഴിഞ്ഞു. ചില ഉമ്മമാരോട് പ്രശ്നങ്ങൾ പറഞ്ഞാ പറയും, എന്തായാലും ഒരു കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആളല്ല ഉസ്താദ്, പിന്നെ ഇപ്പൊ പോയെങ്കിൽ എന്താണ് അതിൽ വലിയ വിഷയം എന്താക്കാൻ എന്തില്ല. തെറ്റിനങ്ങനെ കണ്ടുപോയി, അത് വലിയ സംഭവമൊന്നുമില്ല. പിന്നെ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്ന ആളുകളാണല്ലോ. ഇപ്പൊ അങ്ങനെ ചെയ്ത വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഓർക്കണം, അതൊക്കെ വലിയ തെറ്റാണ്. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത കാര്യങ്ങളിലൂടെ ഒരിക്കലും നടക്കാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ആളുകളാരാണ്? നമ്മുടെ നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാരാണ്. ഈ നാട്ടിൽ അങ്ങനത്തെ ആളുകളില്ല, എല്ലാവരും നല്ല ആളുകളാണ്. അള്ളാഹു എല്ലാവർക്കും വലിയ തൗഫീഖ് നൽകട്ടെ, എല്ലാവരും ഖൽബ് അള്ളാഹു നന്നാക്കി തരട്ടെ. നാട്ടിലെ കമ്മിറ്റിക്കാരാണ് ഇതിൽ കാര്യം മുൻകൈയായി എടുക്കേണ്ട ആളുകൾ. ഖതീബ് ഉസ്താദുമാർ അല്ലെങ്കിൽ നാട്ടിലെ ഉസ്താദുമാർ പറഞ്ഞതൊക്കെ പ്രശ്നമായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ. അയാളെ ഞങ്ങളോട് ശമ്പളം കൊടുത്ത് നിപ്പിക്കുന്നില്ല, അയാൾക്ക് എന്താ അധിക പ്രസംഗം, എന്റെ പേരിൽ എന്താക്കി അയാൾക്ക് എന്താ, അയാളെ പേരെ നോക്കാനാന്നില്ലേ. ഇത് ഞങ്ങൾ കൊടുക്കുന്ന കമന്റ്. അയാളത് ഉത്തരവാദിത്തപ്പെട്ട ആളായതുകൊണ്ട് നമ്മളോട് സൂചിപ്പിക്കും. ഇതൊക്കെ നടക്കുന്നവിടെ പാവപ്പെട്ടവന്റെ വീട്ടിലൊന്നല്ല. 10 ഹജ്ജ്, 15 ഉംറ, പിന്നെ ബഗ്ദാദിലേക്ക് 35 വട്ടം സിയാറത്തിന് പോയ ആള് പൊരയിൽ നടക്കുന്ന എന്ത് ഈ എൻഗേജ്മെന്റിന്റെ പേരിൽ എല്ലാ കോപ്രായങ്ങളും. ഇത് നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാരെ ശ്രദ്ധിക്കണം. പള്ളി കമ്മിറ്റിക്കാരെ നിയമം കൊണ്ടുവരണം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലത്തിൽപ്പെട്ട ഒരു വീടുകളിലും അങ്ങനത്തെ സംഗതി നടക്കാൻ പാടില്ല. അത് നമ്മളെ കൈകാര്യം ചെയ്യേണ്ട ആളുകൾ. ഇത്രയൊക്കെ നമ്മുടെ നാട്ടിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലേ? നമ്മുടെ നാട്ടിൽ എത്ര ഇസ്ലാമികമായ ധാർമ്മികമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ ഈ ഒരു തെറ്റുകൊണ്ടെല്ലാം നഷ്ടപ്പെട്ടു പോകൂലേ? അള്ളാഹുവിനെ ഇങ്ങനെ ധിക്കരിച്ച് നടക്കും, പിന്നെ ഇങ്ങനെ നാട്ടിൽ ബർക്കത്തുണ്ടാവും. ഇതിങ്ങനെ മംഗലത്തിന് മുന്നെ ഓരോ രണ്ടാളെ കടത്തിനെ മംഗലം കഴിഞ്ഞിട്ട് 2 പിള്ളേരായാൽ പിന്നെന്താക്കുക, ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞു 100 രൂപ പിടിച്ചോണ്ട് ഉസ്താദ് പിള്ളേർ നല്ലവണ് ഇത് വേർക്കണോ വാടക നല്ലാതെ ഈ 100 രൂപ എന്ത് നല്ല ആര് നല്ലാതെ. ഇത് മുന്നേ തുടങ്ങിയതന്നെ
ഹറാം വെച്ചിട്ടല്ലേ. പിന്നെ ഈ ഹറാം കൊണ്ട് തുടങ്ങിയിട്ട് പിന്നെ എങ്ങനെ നന്നാകാൻ വേണ്ടി ദ്വാരക്ക. എന്നിട്ട് ഈ 100 രൂപ തന്നെന്ന് വിചാരിക്കാം. ഉസ്താദിന് സ്വലാത്തിൽ കൊണ്ടുപോയി കൊടുത്തു 100 രൂപ ദ്വാരക്കാണാവാ. 100 രൂപ കൊടുത്തു. ഉസ്താദ് വരുന്നു, പഠിച്ചോനെ പാവ സാധുവായ ഉസ്താദ്. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് റിസൾട്ട് എന്തും കാണുന്നില്ല, നല്ലതെന്ന് കാണുന്നില്ല. അപ്പൊ തപ്പാരത് ഓരതെന്തല്ല, ഉസ്താദ് തരില്ല, അയാൾക്ക് ഇഖ്ലാസ് ഇല്ല. അയാൾക്ക് ഇഖ്ലാസ് ഇല്ല. ഞാൻ 100 രൂപ കൊടുത്തിട്ടില്ല, മണ്ണവാ. അയാൾ ഇഖ്ലാസിന് ദ്വാരക്കാത്ത കൊണ്ട് നല്ലാവത്തെ. കംപ്ലൈന്റ് മുഴുവനും ഉസ്താദിന്റെ പേരിൽ. ഇങ്ങനെ ശരിയാവില്ലല്ലോ. നമ്മളൊക്കെ നമ്മളെ ഭാഗത്തിൽ നിന്നാണ് നമ്മൾ തെറ്റുകൾ കാണേണ്ടത്. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ആരംഭിക്കേണ്ടത് നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്നാണ്. നാട്ടിലെ പള്ളിയുടെ പ്രസിഡന്റിന്റെ വീട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് മുഴുവനും പ്രസിഡന്റ് എൻഡിങ് പോയിന്റ് കൊണ്ടുവന്നാൽ ആ നാട്ടിലുള്ള സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ആരെല്ലാം ഉണ്ടോ കമ്മിറ്റിയിലും പെടാത്ത ആളുകൾ ആ നാട്ടിൽ മുഴുവനുമായും ഒന്ന് നിർത്തേണ്ടി വരും. അത് കൈകാര്യം ചെയ്യേണ്ട ആളുകൾ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് വലിയ കൂലി അള്ളാഹുവിന്റെ അരികിലുണ്ട്. ഇന്നൊക്കെ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പള്ളി ഭരിക്ക, ഉസ്താദുമാരെ ഭരിക്ക. ഇന്നൊക്കെ പള്ളി കമ്മിറ്റി പഴയ കാലത്തൊക്കെ കുറച്ച് മുന്നേ ഉസ്താദുമാർ അങ്ങോട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയും. ഞാൻ ഈ മഹല്ലത്തിൽ ഖതീബായി നിൽക്കണമെങ്കിൽ ഇന്ന നിയമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ 2 വർഷമായിട്ട് ഇനിയിപ്പോ തുടങ്ങും, റമദാനിൽ തുടങ്ങും വാട്സപ്പിൽ വരാൻ. എന്ത് നമ്മുടെ പള്ളിയിലേക്ക് ഒരു ഖതീബിന് ആവശ്യമുണ്ട്. ഖതീബിന്റെ താടി 25 സെന്റിമീറ്റർ നീളത്തിൽ വേണം, തലയെക്കെട്ടി കോലത്തിലുള്ളതായിരിക്കണം, അയാൾ ഇടുന്ന ഡ്രസ്സിംഗ് എത്തതാവണം, പിന്നെ അയാൾ ധരിക്കുന്ന വാച്ച് ഈ രൂപത്തിലായിരിക്കണം, പിന്നെ അയാൾ നീളിത്രാൻ ഉണ്ടാവാൻ പാടുള്ളൂ. ഇങ്ങനെ കുറെ നിയമങ്ങൾ എഴുതിയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാം. എന്നിട്ട് ഈ ഖതീബാണെങ്കിൽ പാവ ഇവര് പറഞ്ഞതിന് നീളം ആ സെന്റിമീറ്റർ നീളം ഉണ്ടാവില്ല, ഇയാൾക്കാണെങ്കിൽ ഒരു പള്ളി കിട്ടൂല. ഇതൊക്കെ ആരാ ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത്? ആര് പറഞ്ഞു? എന്നിട്ട് അതിന് നിങ്ങളെ നിയമത്തിനൊക്കെ ഒത്തിട്ടുള്ള ഒരു ഖതീബ് ഉസ്താദിനെ കിട്ടിയാൽ അയാൾക്കുള്ള വാലിഡിറ്റി ഓൺലി 1 ഇയർ. ഒരേ കൊല്ലം നോക്കിയറിയാ ഇല്ല, നോക്കിയേ ശല്യാന കണ്ടെ കൂടെ എങ്ങനെ അങ്ങനെല്ലാം ഉണ്ട്. എന്തുള്ളു ഒരു പ്രശ്നവും ഇല്ല. ഈ പറയുന്ന ആളെന്നാണ് വലിയ പ്രശ്നക്കാരൻ. കാരണം നിയമമായി മാറി എല്ലാ നാട്ടിലും. ചില നാട്ടിലൊക്കെ കൊല്ലത്തിൽ ഉസ്താദ് മാറാം, ചില നാട്ടിലൊക്കെ 5 മാസത്തില് പുതിയ ഉസ്താദ് വരാം. ഈ ഉസ്താദ്മാർ ജീവിക്കണ്ടേ? ഇവർക്കും ഭാര്യ മക്കളില്ലേ? അവരെ നിങ്ങളിങ്ങനെ കൊല്ലത്തിനനുസരിച്ചിട്ട് നിയമത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരെ ചവിട്ടി പുറത്താക്കിയാൽ ഇവർക്ക് പള്ളി വേണ്ടേ? ഇവരെ കുടുംബത്തിൽ ഇവർക്ക് പോറ്റണ്ടേ? അപ്പൊ ആ രൂപത്തിൽ പള്ളി കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ പള്ളിയെ ഭരിക്കേണ്ടവരല്ല, പള്ളിയെ പരിപാലിക്കേണ്ട ആളുകളാണ്. അവിടെ വരുന്ന നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ആളുകളാണ് ആര്? ഈ കമ്മിറ്റിക്കാർ. ആ നാട്ടിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സാന്ത്വനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് പള്ളി കമ്മിറ്റിക്കാരാണ്. ആ നാട്ടിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ മുൻകൈയെടുക്കേണ്ടത് ആ നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാരാണ്. ഇതൊക്കെ പള്ളി കമ്മിറ്റിക്കാർക്കുള്ള ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അപ്പൊ ഓറ് ഇതന്നെ മണി ഓർക്ക് ശമ്പളവും കൊടുക്കുന്നില്ല, ഓറ് നാട്ടിലുള്ള എല്ലാ പ്രശ്നവും നോക്കി പോണം. അതല്ല അതിന്റെ അർത്ഥം. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ നാളെ പള്ളിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായി അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമായി അത് പ്രസിഡന്റ് നോക്കിയോളൂ, പള്ളി കമ്മിറ്റിനാണല്ലോ നോക്കിയോളൂ. അങ്ങനൊന്നല്ല. ഓലെ കൂടെ നമ്മൾ ഓൽക്ക് സപ്പോർട്ടീവായി നിൽക്കുക. അവരെന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോ അവരെ കൂടെ നമ്മൾ നിന്നു കൊടുക്കുക, അവർക്ക് താങ്ങായി നിൽക്കുക. എല്ലാത്തിനും ഒരു നേതാവ് എന്ന് പറഞ്ഞിട്ട് വേണമല്ലോ. അതുകൊണ്ടാണ് പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നുള്ള കോലത്തിൽ ചില മെമ്പേഴ്സുകളൊക്കെ ഉണ്ടാക്കി വെക്കുക. അപ്പൊ ബാക്കിയുള്ള 15 ആളുണ്ട് കമ്മിറ്റിയിൽ ഉസ്താദ്. നാട്ടിലത് 15 ആൾ നോക്കുന്നു. അപ്പൊ ഞങ്ങളുള്ള പറഞ്ഞ കൊല്ല കമ്മിറ്റി പുതിയതാക്കുമ്പോ നോക്കാം എന്നെ പ്രസിഡന്റ് ആക്കുവരും ചിലപ്പോ. എന്തേ ഞാൻ എന്തെങ്കിലും നല്ലതാക്കണമെങ്കിൽ എന്നെ പ്രസിഡന്റ് ആക്കണം, ഇല്ലെങ്കിൽ ഞാൻ കിട്ടാല. ഇങ്ങനെ നമ്മൾ ആലോചിക്കാം. സ്ഥാനം മോഹിച്ചുകൊണ്ടുള്ള ജീവിതം വേണ്ട.
പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് സ്ഥാനങ്ങൾ കൊതിക്കാത്ത ആളുകൾ, ജീവിതത്തിൽ ഫസാദ് ഉണ്ടാക്കാത്ത ആളുകൾ, അവർക്ക് അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നത് സ്വർഗമാണ്. സ്വർഗമാണ്, ആഖിറത്തിലെ വിജയമാണ്. അതെന്തുകൊണ്ടാണ്? ദുനിയാവിൽ ജീവിക്കുമ്പോ സ്ഥാനമോഹം കൊതിക്കാത്ത ആളാണ്, സ്ഥാനമോഹം കൊതിക്കാത്ത ആളാണ്, ദുനിയാവിൽ ഒരു പ്രശ്നത്തിലും ഏർപ്പെടാത്ത ആളുകളാണ്. അതുകൊണ്ട് പള്ളി കമ്മിറ്റിയിലെ ആളുകളെ നമ്മൾ ബഹുമാനിക്കണം, അവർക്ക് വേണ്ട സപ്പോർട്ടീവ് നമ്മൾ ചെയ്തു കൊടുക്കണം, അവർക്ക് വേണ്ട എല്ലാ താങ്ങും നമ്മൾ നൽകണം. അതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. അത് വിചാരിച്ചുകൊണ്ട് പള്ളി കമ്മിറ്റിക്കാർ തെമ്മാടിത്തരം കാണിക്കാൻ പാടില്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ പാടില്ല, അവർക്ക് തോന്നുന്നത് പോലെ നിയമങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ചിലപ്പോ പ്രസിഡന്റ് സ്വന്തമായ ഒരു തീരുമാനം കൊണ്ടുവരും, ആ തീരുമാനം പാസ്സാക്കുമ്പോഴാണ് സെക്രട്ടറി അറിയൽ ഇങ്ങനെ ഒരു തീരുമാനം വന്നിന്. അതിനു മുമ്പ് ആരോടും തീരുമാനം എടുക്കലും മുഷാവറ ചെയ്യൂല, ഒറ്റക്കുള്ള തീരുമാനം നടത്തിക്കൊണ്ട് ആ നാട്ടിലുള്ള ഇസ്ലാമികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്ന രൂപത്തിലുള്ള ഭരണം നമ്മുടെ നാടുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. നമ്മുടെ നാടുകളിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ആളുകൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ്. ഇതൊക്കെ പുതിയ ഏതെങ്കിലും കാട്ടു മനുഷ്യന്മാർ പുതിയത് കൊണ്ടുവന്നെങ്കിൽ അതെല്ലാം നമ്മുടെ കുടുംബത്തിൽ നടത്താം. ഇതൊക്കെ ഈ പണക്കാരിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താകും? ഈ പാവപ്പെട്ട ആളുകളും കുടുങ്ങല. ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾ പറയും, ഉസ്താദെ ഇന്ന് പൈസ ഉള്ള ആളെക്കാട്ടി ജാസ്തി മങ്ങലല്ല ഗൗജാക്കുന്ന പാവത്തോറും. ഈ പൈസക്കാര ഇത്രല്ല ഉഷാറാക്കിയത് ഓനെ സ്വന്തം പൈസയിലായിരിക്കും. പാവപ്പെട്ടവൻ അവിടെ ഉള്ളോടെല്ലാം കട എടുത്തിട്ട് നാറിയിട്ട് ഈ പരിപാടിയെല്ലാം നടത്തും. ഇതിന്റെ ഒക്കെ ഉത്തരവാദി ആരാ? ഈ നാട്ടിലെ ഈ ഹാജിയാർ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ ഈ പാവപ്പെട്ട ആൾക്കും ബേജാറ്. അങ്കുള്ള ഒരു മോളല്ലേ, അപ്പൊ ഓളമംഗല നല്ല ഉഷാറാക്കണല്ലോ, അപ്പൊ അവൾക്കും ബേജാറാവൂല. കുറെ സ്വർണം കൊടുത്തില്ലെങ്കിൽ, കുറെ നല്ല ഗൗജില മംഗലാക്കില്ല, അവൾക്കും ബേജാറാന്നില്ലേ. അപ്പൊ കുറെ കട എടുക്കണം. ഇതിനൊക്കെ കാരണക്കാരാരാ? ആ നാട്ടിലുള്ള ആളുകൾ. ആദ്യമായി ആ പ്രവർത്തനം കൊണ്ടുവന്നതാരാ? അവരാണ് തെറ്റുകാർ. അവർക്കാണ് ഇതിന്റെ മുഴുവൻ ആ നാട്ടിൽ പിന്നീട് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള വഴിത്തിരിവ് ഈ നാട്ടിൽ ആദ്യമായി പ്രശ്നം കൊണ്ടുവന്ന ആളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ചെറിയ വിഷയങ്ങളിൽ പോലും നമ്മൾ വലിയ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ അറിയാതെ ചെറിയ തെറ്റുകൾ പോലും നമ്മൾ ചെയ്തു പോകാണ്. ഇന്നൊക്കെ കല്യാണ വീടുകളിൽ പോയാൽ സുബ്ഹാനല്ലാഹ് എന്തെല്ലാം അനാചാരങ്ങൾ, എന്തെല്ലാം തെറ്റുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ പുതുനാട്ടിക്ക് മൊയിലാഞ്ചി ഇടുന്നതിന്റെ ആട്ടി ജാസ്തി മൊയിലാഞ്ചി ഇടുന്നാര് അവിടെ വരുന്ന പെണ്ണുള്ളവരും ഒന്നിനും മങ്ങലായിട്ടുണ്ടാവൂല, ഒരാൾക്കും മങ്ങലായിട്ടുണ്ടാവില്ല. ഉള്ള കയ്യിലും കാലിലും വെത്തിവെക്കണേ. ഇതിന്റെ വിധി എന്താ? ഇസ്ലാമിന്റെ ശറയിലുള്ള വിധി എന്താ? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുൻദബുലിൽ മുതസവ്വിജ വയുക്റഹുലിൽ ഖലിയ. കല്യാണം കഴിച്ച പെണ്ണുങ്ങൾക്കാണ് മൈലാഞ്ചി ഇടൽ സുന്നത്ത്. കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ മൈലാഞ്ചി ഇടുന്നതിന്റെ വിധി കറാത്താണ്. അത് കറാത്തല്ല ഉസ്താദ്, അതിൽ വലിയ എന്താക്കണം എന്തില്ലല്ലോ, ആറാമെന്തായിട്ടില്ലല്ലോ. നമ്മളങ്ങനെ മാറിപ്പോയി, നമ്മുടെ മൈൻഡ് സെറ്റ് മാറി. എന്ത് ഹറാം എന്നെ വലിയ വിഷയമല്ല, പിന്നെ കറാത്തവന് വലിയ വിഷയമാണ്. നമ്മളങ്ങനെ ആയി പോയില്ലേ? നമ്മുടെ സ്വഭാവം മാറിപ്പോയി. തെറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഏത് തെറ്റുകൾ ചെയ്താലും എന്ത് ചെയ്താലും ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങളെ കണ്ണുകളെ കൊണ്ട് ചെയ്യുന്ന എല്ലാ പണികളും, നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം കാഴ്ചകൾ കാണുന്നുണ്ടോ, നിങ്ങളെ ചെവികളെ കൊണ്ട് നിങ്ങൾ എന്തെല്ലാം കേൾക്കുന്നുണ്ടോ, നിങ്ങളെ കൽബ് കൊണ്ട് നിങ്ങൾ എന്തെല്ലാം ചിന്തിക്കുന്നുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ റബ്ബ് ചോദിക്കുന്നൊരു സമയം വരും. അപ്പൊ നിങ്ങളൊക്കെ പറയേണ്ടി വരും, നമ്മുടെ നാട്ടിൽ അനാചാരം നടക്കുമ്പോ പള്ളി കമ്മിറ്റിക്കാരത് ശ്രദ്ധിക്കാതെ
അതിന് വേണ്ട കൈകാര്യം ചെയ്യാതിരുന്നാൽ അള്ളാഹ് ചോദിക്കും, നിങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എന്താ പണിയെടുക്കാത്തത്? ആ പള്ളിയിലെ ഖത്തീബിനോട് ചോദിക്കും, മുദരിസിനോട് ചോദിക്കും, ആ നാട്ടിലെ കാരണവന്മാരോട് ചോദിക്കും, തങ്ങളോട് ചോദിക്കും, എല്ലാ ആളുകളോട് ചോദ്യം ഉണ്ടാകും. നിങ്ങളെ മുന്നിൽ ഒരു തെറ്റ് കാണുമ്പോ, ഒരു അനാചാരം കാണുമ്പോ നിങ്ങൾ അത് എന്തുകൊണ്ടാണ് നിർത്തിയില്ല? നിങ്ങൾക്കത് നിർത്താനുള്ള അധികാരം ഉണ്ടായിരിക്കെ നിങ്ങളത് നിർത്താനുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നൊരു ഘട്ടം വരും. ആ സമയത്ത് നമ്മൾ കുടുങ്ങുന്നതിന് പകരം ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊക്കെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഓർമ്മയിലായി നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നതാണ്. ഒന്നാമത്തെ വിജയത്തിന്റെ വഴി തഖ്വയാണ്. അള്ളാന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ പറഞ്ഞതാണല്ലോ തഖ്വ. അള്ളാഹുവിനെ തഖ്വ ചെയ്യുക എന്നുള്ളതാണ് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം. രണ്ടാമത്തെ കാരണം ഏതാണ്? സൽ സ്വഭാവമാണ്. ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവമാണ്. എന്താ സൽ സ്വഭാവം എന്ന് പറഞ്ഞാല് എല്ലാരും പറയും നീ നല്ല സൽ സ്വഭാവമുള്ള ആളാവണം, നല്ല സൽ സ്വഭാവമുള്ള ആളാകണം എന്ന് പറയും. എന്താണ് ഈ സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന്റെ അടയാളം മഹാന്മാർ പറഞ്ഞു. ഒന്നാമത്തെ സൽ സ്വഭാവത്തിന്റെ അടയാളം എന്താണെന്നറിയോ? പുഞ്ചിരിയാണ്. പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ കൂട്ടുകാരന്റെ മുഖം നോക്കിയിട്ട് പുഞ്ചിരിക്കുക എന്നുള്ളത് അത് ധർമ്മമാണ്. അത് ദാനധർമ്മത്തിന്റെ കൂലി അതിനുണ്ട്. പുഞ്ചിരിക്കാന്ന് പറഞ്ഞാലും ചിരിക്കാന്ന് പറഞ്ഞാലും വേറെ അങ്ങനെ മനസ്സിലാക്കുക. ചില ആളുകൾ മനസ്സിലാക്കിയത് പുഞ്ചിരിക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കോമഡി പറയുമ്പോ ഇങ്ങനെ പൊട്ടിച്ചിരിക്കലുണ്ടല്ലോ, ആ ചിരിയൊന്നും അല്ല. പുഞ്ചിരിക്കാന്ന് പറഞ്ഞാല് ചുണ്ടിന്റെ ഭാഗം കുറച്ചും പുറത്തേക്ക് വന്ന് എന്നിട്ട് ആ മുൻവശത്തുള്ള പല്ലുകളൊന്ന് കാണിക്കും. സുബ്ഹാനല്ലാഹ്, ചില ആള് ചിരിക്കുന്നത് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവാൻ അല്ലേ? ചില ആളെ വിഷയാക്കുമ്പോഴേക്ക് ചില ഉസ്താദെ അയാള് ചിരിക്കുന്നത് ഞാൻ ഇത്ര കൊല്ലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതാര്? അത് എന്റെ ഉപ്പന്നെ, വേറെ ആരുമല്ല. സ്വന്തം മകൻ തന്നെ ഉപ്പയുടെ പുഞ്ചിരി കണ്ടിട്ടില്ല. എന്റെ ഇത് എപ്പോ നോക്കി ഇങ്ങനെ പോസ്റ്റ് ഓഫീസ് ബന്ധാക്കി വെച്ച പോലെ. ഇനി ഏത് ചെല്ലെങ്കും എന്ത് വിഷയ ചെല്ലിയെന്ന് കണ്ടെങ്കിൽ ചിരിക്കാല. പുഞ്ചിരിക്കുക എന്നുള്ളത് ശാസ്ത്രം പറയുന്നുണ്ട്, സൈക്കോളജി പറയുന്നുണ്ട്. മനസ്സ്, മലിനമായ മനസ്സ്, കടുപ്പേറി ഒന്ന് മൃദുവാകാനുള്ള ഏറ്റവും വലിയ കാരണമാണ് ചിരിക്കുക എന്നുള്ളത് ശാസ്ത്രം പറയുന്നു. മുത്തുനബി പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അല്ല നമുക്കെന്ത് വിഷയം, ആര് പറഞ്ഞു നമുക്ക് എന്താക്കണം? അപ്പൊ പുഞ്ചിരി എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സൽ സ്വഭാവത്തിന്റെ ഒന്നാമത്തെ ഗുണമാണ് പുഞ്ചിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പുഞ്ചിരി വേണം, പുഞ്ചിരി വേണം. അപ്പൊ പുഞ്ചിരി എല്ലാ ആളുകളോടും വേണം. അപ്പൊ നാളെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ സ്വബൈക്ക് നിന്നിട്ട് ഇപ്പൊ 8 ഗണ്ടകൾ നിന്നോ 10 ഗണ്ടതോളം ഇങ്ങനെ ചിരിച്ചിട്ടേ ബാക്കി. അതല്ല പുഞ്ചിരി. ആളുകളെ കാണുമ്പോ ഒരു പുഞ്ചിരി. മുഅ്മിനീങ്ങളായ ആളുകളെ കാണുമ്പോൾ ഒന്ന് കൈ കൊടുത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കണം. ഇത് കൈ കൊടുക്കുന്നപ്പ മോളെ മംഗളത്തിന് പുതിയാപ്പിളെ കൊടുക്കുന്ന കൈ മാത്രം, പിന്നെ ആ കൈ നാല് തൊട്ടിട്ടിരിക്കാല, എന്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ആകരുത്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങളൊക്കെയാണ്. അല്ലാണ്ട് സൽ സ്വഭാവം എന്ന് പറയുന്ന പെട്ടിയാണ്, ആ പെട്ടിയെ പിടിച്ച് ഇങ്ങനെ നടക്കുക എന്നുള്ളതല്ല. ഇതൊക്കെയാണ് സൽ സ്വഭാവത്തിന്റെ അടയാളം. അപ്പൊ പുഞ്ചിരി നമ്മുടെ ജീവിതത്തിൽ വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തേത് എന്താണ് സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ? സൽ സ്വഭാവത്തിന്റെ രണ്ടാമത്തെ വിഷയം എന്താണ്? നബിയോട് ചോദിച്ചില്ലേ നരകത്തിലേക്ക് പോകുന്നതിന്റെ ഏറ്റവും വലിയ കാരണം എന്താണ്? അൽ ഫമു വൽ ഫർജു എന്ന് പറഞ്ഞില്ലേ, വായയാണ്. എന്താ സൽ സ്വഭാവിയുടെ ഗുണമെന്താണ്? ഒരാളെയും ഗീബത്ത് പറയൂല, ഒരാളോടും അസൂയ കാണിക്കൂല, ഒരാളോടും വെറുപ്പ് കാണിക്കൂല, ഒരാളോടും വിദ്വേഷം ഉണ്ടാവൂല, ഒരാളുടെ കുറവും പറയുകയില്ല. ഇത് സൽ സ്വഭാവിയുടെ അടയാളമാണ്. ഇത് ഞാൻ പറയല്ല, ഇതൊക്കെ മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തി വെച്ച സംഭവമാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൻ നഖീ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവരുടെ കണ്ണ് ക്രോസ്, കോങ്കണ്ണ്, ഉടകണ്ണല്ലേ കോങ്കണ്ണ്, കണ്ണ് കുറച്ച് ക്രോസ്.
ആരെ? ഇബ്രാഹിം അൻ-നഖി റളിയല്ലാഹു അൻഹു. വലിയ ഉസ്താദാ, കുറെ ശിഷ്യന്മാരൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യൻ സുലൈമാൻ ഇബ്നു മഹ്റാൻ റളിയല്ലാഹു അൻഹു. ആ ശിഷ്യനാണെങ്കിൽ കണ്ണിന് കാഴ്ച കുറച്ച് കുറവാണ്. കണ്ണിന്റെ കാഴ്ച കുറച്ച് കുറവാണ്. അപ്പൊ ഉസ്താദും ശിഷ്യനും കൂടി ഇങ്ങനെ നടന്നു പോകാണ് ഒരു വഴിയിൽ. ഉസ്താദിന്റെ കൈ പിടിച്ച് ശിഷ്യന് മുന്നിൽ നടക്കാം. ശിഷ്യനാണെങ്കിൽ കാഴ്ച കുറവുള്ള, ഉസ്താദിന് കണ്ണ് ക്രോസ് മാത്രമായി, എന്തില്ല, കാഴ്ചക്ക് ഒരു പ്രശ്നമില്ല. എന്നാൽ അതഭേദ ഉസ്താദിന്റെ കൈ പിടിച്ച് ഇങ്ങനെ പോവാ. ഇതൊക്കെ ഇന്നത്തെ കാലത്തിലൊക്കെ പറയും ഉസ്താദ് ഇതെല്ലാം ഒരു 25 കൊല്ലത്തെ മുന്നേ വിഷയല്ല, ഇതെല്ലാം നിങ്ങൾ ആരിൽ ചെന്നേ, ഉസ്താദ് എന്റെ എത്രമാ ബാക്കില്, അല്ലെങ്കിൽ ഉസ്താദ് എതിർലി, ഇതെല്ലാം ആരിൽ ചെന്നേ. ഞാൻ ഈ എന്ത് ഉസ്താദിന്റെ അടുത്ത് പഠിച്ചിട്ട് ആ ഉസ്താദിനെ കാണാതെ എന്നെ 15 കൊല്ലായിന്. പിന്നെ കാണുന്നപ്പ മംഗല കൈക്കന്റെ വയസ്സായപ്പോ 1ാം ക്ലാസ്സിലെ ഉസ്താദിനെ പോയിട്ട് നാളെ ഉച്ചക്ക് എന്റെ മംഗല നിങ്ങൊന്ന് പറഞ്ഞു. ഇതെന്ത്, ഈ പഠിപ്പിച്ച ഉസ്താദ് നിങ്ങളെ മംഗലത്തിനും ബാക്കി കാര്യത്തിലൊക്കെ ഇടപെടാനുള്ള ആളാ? ആ ഉസ്താദിനോടുള്ള അദബ്, പൊരുത്തം എല്ലാ സമയത്തും നമുക്ക് വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഉസ്താദും ശിഷ്യനും കൂടി ഒരു വഴിയിൽ ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഉസ്താദ് നിന്നു. എന്നിട്ട് ഈ ഉസ്താദ് ശിഷ്യനായ സുലൈമാൻ ഇബ്നു മഹ്റാൻ എന്ന ശിഷ്യനോട് പറഞ്ഞു, നമുക്ക് ഈ വഴിയിൽ പോകണ്ട, വഴിയൊന്നും മാറ്റി പിടിക്കാന്ന് പറഞ്ഞു. ഈ ബദില എന്താക്കണ്ട, പോണ്ട, വേറെ ബദില പോയി. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, അല്ല ഇപ്പൊ ഇതിലെ പോയെങ്കിൽ എന്താണ്, നല്ല ബദിയല്ലേ, ഇപ്പൊ വേറെ ചേഞ്ച് ആക്കുന്നതന്നെ, ഈ ബദിൽ തന്നെ പോവല്ലേ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഉസ്താദ് പറഞ്ഞു, ഞാൻ കോങ്കണ്ണുള്ള ആളാണ്, നിനക്കാണെങ്കിൽ കണ്ണിന് കാഴ്ച കുറവാണ്. നമ്മൾ ഈ വഴിയിൽ പോയാൽ ആ പോകുന്ന വഴിയിൽ കുറെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളെ കാണുമ്പോ കമന്റർ തുടങ്ങും. നമ്പർ 1 വറ്റം തുടങ്ങും. കണ്ണ് പൊട്ട, കണ്ണ് കാണുന്നവനെ വിളിച്ചോണ്ട് പോന്നെ, നേരെ ഉൾട്ടല്ലേ വേണ്ടിയത്. അപ്പൊ ഒരു ഗീബത്തായില്ലേ. രണ്ടാമത്തേത് കണ്ണ് ക്രോസ് പോന്ന് നോക്കല. മൂന്നാമത്തേത് അതാ ഡിം ലൈറ്റ് പോന്നെ. കമന്റുകൾ ഇങ്ങനെ വന്നു. അത് നമ്മൾ ആ വഴിയിൽ പോകുന്നത് കൊണ്ടാണ് വരിക. അപ്പൊ നമ്മൾ പോയാൽ അവർ ഗീബത്ത് പറയും, അതുകൊണ്ട് വഴി നമുക്ക് മാറ്റിപ്പിടിക്കാം. അപ്പൊ ഈ ശിഷ്യൻ പറഞ്ഞു, നല്ല വിഷയല്ലേ, ഓറ് ഗീബത്തെ അല്ലെങ്കിൽ ഓറെ നല്ലതല്ല എന്താന്ന് ഞങ്ങൾക്ക് കിട്ടുന്നല്ലേ. അപ്പൊ ഫ്രീ ആയിട്ട് അക്കൗണ്ട് എന്ന് പറയുന്നില്ലേ, ഞങ്ങൾ ഇതിലെന്നെ പോയി ഓറ് ഗീബത്ത് പറഞ്ഞാൽ ഓർക്ക് കുറ്റം ഉണ്ടാവുള്ളൂ, അവരുടെ നന്മകളൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടൂലേ. ഉസ്താദ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നമ്മൾ വഴി മാറ്റി പിടിക്കണം, ആ വഴിയിൽ പോകാൻ പാടില്ല. കാരണം നമുക്ക് കൂലി കിട്ടുന്നുണ്ടെങ്കിലും അവർ കുറ്റക്കാരാകുന്നുണ്ടെങ്കിലും ഈ ഉസ്താദ് പറഞ്ഞു, നീ പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷേ നമ്മൾ നമ്മുടെ പക്ഷം മാത്രം നോക്കിയാൽ പോരാ, അവരുടെ ഭാഗവും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കാരണം കൊണ്ട് അവർ കുറ്റക്കാരാകുന്നത് വേണ്ട, അവരും രക്ഷപ്പെട്ടോട്ടെ, നമുക്കും രക്ഷപ്പെടാം. ഇങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഈമാൻ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളെ ഈമാനൊന്ന് താരതമ്യം ചെയ്യണ്ട, അവർ ഈമാനൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ വഴിയിൽ പോയത് കൊണ്ട് നമ്മുടെ ഭാഗത്തിലുള്ള കുഴപ്പം അവർ നോക്കിയിട്ട് നമ്മളെ കുറിച്ച് ഗീബത്ത് പറയും. പക്ഷേ ഗീബത്ത് പറഞ്ഞാൽ അവർ കുറ്റക്കാരാകും. അപ്പൊ നമ്മുടെ കാരണം കൊണ്ട് അവർ കുറ്റക്കാരാകണ്ട, അവർക്കും രക്ഷപ്പെടാം, നമുക്ക് രക്ഷപ്പെടാം. ഇതാണ് മഹാന്മാരുടെ ജീവിതം. ഒരാൾക്കും ഗീബത്തിനുള്ള അവസരങ്ങൾ കൊടുക്കൂല. നമ്മെന്താക്കല്, ചില നാട്ടിലുള്ള കട്ട കൂടണ്ടെന്ന് വന്നില്ല, അത് കട്ടന്നെ വേണമെന്നില്ല, അത് ബസ് സ്റ്റാൻഡ് വന്ന് ഗൂഡുപീടിന്റെ മൂല വന്ന് അതിലേക്ക് ഒരു ഗ്യാങ് സാറിരിക്കുന്നു. എങ്ങനെ പ്രസിഡന്റ് ഒരാള്, സെക്രട്ടറി ഒരാള്, എന്ത് ഇത് സ്വബൈന്ന് പിടിച്ചിട്ട് മോന്തിത്തോളം പണി എന്തില്ല, റിട്ടയർഡ് ആയിനറി. ഇപ്പൊ പുതിയ പണി എണ്ണനെ റോഡ് സൈഡിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു ബൈക്കിൽ ഒരാണ് പെണ്ണ് പോയെന്ന് കണ്ടെങ്കിൽ ചെല്ലെന്ത്, ഇത് ഏതോ പള്ളി പൊട്ടിച്ച് വന്നിനപ്പാണ് സംഭവം. ആ പോയ ആളുകൾ ചിലപ്പോ ആങ്ങളെ പെങ്ങളായിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയും. നമ്മൾ പറഞ്ഞ ഗീബത്തായി പോയില്ലേ, ഗീബത്തായി പോയില്ലേ. നബി തങ്ങൾ പറഞ്ഞില്ലേ, അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ,
സിനയേക്കാൾ ഏറ്റവും ശക്തമായതാണ് ഗീബത്ത്. സ്വഹാബത്ത് ചോദിച്ചതെന്താ തങ്ങളെ, സിനല്ല വലിയ തെറ്റ്, വ്യഭിചാരമല്ല വലിയ തെറ്റ്, ഗീബത്ത് എങ്ങനെ വലിയ തെറ്റാവൽ? മുത്തുനബി വിശദീകരിച്ചു കൊടുക്കാണ്. സിന എന്ന് പറഞ്ഞാൽ അവൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവന്റെ വ്യഭിചാരം പൊറുക്കേണ്ടത് അല്ലാഹുവാണ്. അത് പറഞ്ഞാൽ ആ ഗീബത്ത് റബ്ബ് പൊരുത്തപ്പെടണമെങ്കിൽ അവിടെ ഒരു നിബന്ധനയുണ്ട്. ഇവൻ ഏതൊരു വ്യക്തിയാണോ ഹത്യ ചെയ്തത്, ഏതൊരു വ്യക്തിയാണോ ഗീബത്ത് പറഞ്ഞത്, ആ വ്യക്തി പൊരുത്തപ്പെടാതെ റബ്ബ് പൊരുത്തപ്പെടൂല. അപ്പൊ ഇതിന്റെ ഗീബത്തിന്റെ ഇടയിൽ ഒരു ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഗീബത്ത് ചെല്ലണല്ല ചെറിയ സിമ്പിളായ വിഷയല്ലേ. ഗീബത്ത് പറയാന്ന് പറഞ്ഞാൽ വലിയ പണിയും തുടങ്ങും. ഇപ്പൊ നിസ്കാരത്തിന് ഊതു എടുത്തിട്ട് ഇങ്ങനെ ഒരുങ്ങുന്നത് പോലെ ഗീബത്തിന് നല്ല ഡ്രസ്സെല്ലാം ഇട്ട് വന്ന് ചന്തായിട്ട് നിൽക്കണമെന്നില്ലല്ലേ. എങ്ങനെ ചെല്ലിയെന്ന് കണ്ടത് ഗീബത്ത് തന്നെ, ഇല്ലാത്തത് ചെല്ലിയെന്ന് കണ്ടെങ്കിൽ കളവായി, ഉള്ളത് ചെല്ലിയും ഗീബത്തായി. ഇത്രേ ഉള്ളേ. ചുരുക്കി പറഞ്ഞ ഒരാളെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല, ഒരാളെ കുറിച്ചും ഒന്നും പറയാൻ പാടില്ല. ഇത് മറ്റുള്ള ആളുകളെ തെറ്റുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകാം നടക്കണം. നമ്മളൊക്കെ ഈ തെറ്റുകൾ ഇങ്ങനെ കാണും, അതിങ്ങനെ വിളിച്ചു പറയാം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ സദസ്സിൽ കുട്ടികളൊക്കെ കാലണ്ടർ കൊണ്ടുവരും. അപ്പൊ അതൊക്കെ കഴിയുന്ന ആളുകളൊക്കെ എന്താ ല്ലേ. അപ്പൊ അതൊക്കെ എല്ലാവരും വാങ്ങാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതൊക്കെ വാങ്ങി സഹകരിക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, മറ്റുള്ള ആളുകളുടെ ഭാഗത്തിൽ കുറ്റങ്ങളും കുറവുകൾ കണ്ടാൽ നമ്മൾ അതിനെ കാണേണ്ട ആവശ്യമില്ല. മറ്റൊരുത്തന്റെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കാം, അതിങ്ങനെ കണ്ടു നടക്കാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ റഅയ്തുമുന്നാസ മുസ്തഗിലീന ബിഉയൂബിന്നാസി ഫസ്തഇലൂ ബിഉയൂബി അൻഫുസികും. ജനങ്ങളൊക്കെ മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങൾ കുറവുകൾ പറയുന്നത് കണ്ടാൽ നീയും അവരെ കൂടലല്ല പോയി. നിന്റെ ഭാഗത്തിൽ എന്തെല്ലാം കുറ്റങ്ങളുണ്ട്, നിന്റെ ഭാഗത്തിൽ എന്തെല്ലാം കുറവുകളുണ്ട്, ഇതെല്ലാം നീ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകൾ കാണേണ്ടവനല്ല. കാരണം ഞാൻ എല്ലാത്തിലും പരിപൂർണനൊന്നുമല്ല. എന്റെ ഭാഗത്തിലും കുറെ കുറ്റങ്ങളുണ്ട്, എന്റെ ഭാഗത്തിലും കുറെ കുറവുകളുണ്ട്. അപ്പൊ എന്റെ കുറവും എന്റെ കുറ്റങ്ങളും ഞാൻ നോക്കുന്നതിന് പകരം മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും നോക്കേണ്ട ആവശ്യമില്ല. ഇത് നാട്ടിൽ മുത്തഅല്ലിമീങ്ങൾ, ഈ നാട്ടിൽ കുറെ മുത്തഅല്ലിമീങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, നാഫിയായ ഇൽമ അല്ലാഹു കൊടുക്കട്ടെ, ദീനീ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹുവിലെ തൗഫീഖ് കൊടുക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാട്ടിൽ മുത്തഅല്ലിമീങ്ങൾ ചിലപ്പോൾ ആചാരപരം 2 മുത്തഅല്ലിമുള്ളവർ പോകുന്നുണ്ടാവും, അപ്പുറത്ത് പറയാൻ 2 പോകുന്നുണ്ടാവും. അപ്പൊ ആചാരപരത്ത് മുത്തഅല്ലിമുള്ളവർ നല്ല ഉഷാറായിട്ടുണ്ടാവും, അപ്പുറത്ത് പറഞ്ഞത് വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല, മൈലേജ് കുറവായിട്ട്. അപ്പൊ ആചാരം എന്റെ പുള്ളിമാർ എത്ര ഉഷാറ് വന്നിട്ടുണ്ടാ, അപ്പുറത്ത് അബക്കോറിൻ്റെതുണ്ടല്ലേ, അത് എപ്പോ നോക്കിയാൽ പഞ്ചർ തന്നെ. എന്തിനാ കുറവ് പറഞ്ഞ് നടക്കണം? ഇയാള് വലിയ ഫുള്ളായിട്ടാ, ഇത് പഞ്ചർ അടിച്ചോണ്ടേ ഉള്ളു, നാളെ ഖബറിലേക്ക് പോകേണ്ട ആളല്ലേ. അത് നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ആ ഭാഗം ചിന്തിക്കുന്നില്ല. എന്റെ ഭാഗത്ത് കുറ്റങ്ങളുണ്ട്, കുറവുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും കൊണ്ട് നമ്മൾ ഇങ്ങനെ നടക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, റഅയ്തു അഅജബൽ അജബിനാസൻ, ഞാൻ ജനങ്ങളിൽ നിന്നൊരു അത്ഭുതം കണ്ടുപോയപ്പോ, ഇസ്രാ മിഅറാജിന്റെ രാത്രിയിൽ ഞാൻ മിഅറാജിന് പോയപ്പോൾ സ്വർഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്. സ്വർഗം കണ്ടവനാണ് ഞാൻ, നരകം കണ്ടവനാണ് ഞാൻ. നരകത്തിൽ ഒരു വിഭാഗം ആളുകളെ ഞാൻ അത്ഭുതത്തോടുകൂടി കാണുകയാണ്. ആ മനുഷ്യരെങ്ങനെയാണ്? തുഖ്റലു ശിഫാഉഹും, തുഖ്റലു ശിഫാഉഹും. ആ മനുഷ്യരെ നരകത്തിൽ എങ്ങനെയാണ്? അവരുടെ ചുണ്ടുകളെ അവരിങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്, ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ചുണ്ട് വരുന്നു, വീണ്ടും മുറിക്കുന്നു, വീണ്ടും ചുണ്ട് വരുന്നു, വീണ്ടും മുറിക്കുന്നു. ഇതിങ്ങനെ കാണുമ്പോൾ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീലേ? ഈ വിഭാഗം ആളുകൾ എന്താ ചെയ്തത്? ഇവരാരാണെന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ എന്നോട് പറഞ്ഞു, നബിയെ അതാരാന്നറിയോ? ഹൗലായിൽ മശാഊന ബിന്നമീമത്തി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നമീമത്ത് പറഞ്ഞു നടന്നവരാണ്.
മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും നോക്കിയിട്ട് ആളുകൾക്കിടയിൽ അതിങ്ങനെ ഷെയർ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ചുണ്ടു മാത്രം ഷെയർ ചെയ്യാൻ വേണമെന്നില്ല, കൈയുടെ വിരലുകളെ കൊണ്ട് ചെയ്യുന്നതും തെറ്റാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ. ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുമ്പോ വാട്സപ്പിൽ നമ്മൾ എന്തെല്ലാം ഫോർവേഡ് ആക്കുന്നുണ്ട്, എന്തെല്ലാം ഷെയർ ആക്കുന്നുണ്ട്. ഒരുത്ത വണ്ണ എന്തെങ്കിലും മെസ്സേജ് അതിൽ ഇടുന്നേ, ഇട്ട് ലാസ്റ്റ് ഇടുന്നു ഇതെല്ലാവർക്കും ഷെയർ ആക്കിയാവാന്ന്. ഇട്ടതും തോന്നുന്നില്ല, ലാസ്റ്റ് ഷെയർ ആക്കിയാവാന്ന് ഓതിട്ട് ഷെയർ എന്നെ ആക്കി. എന്തെല്ലാം എവിടെല്ലാം എത്തിപ്പെട്ടു, അതിൽ ആരെല്ലാം പങ്കാളികളായി, എല്ലാവരും കുറ്റക്കാരായില്ലേ? എല്ലാ ആളുകളും കുറ്റക്കാരായില്ലേ? ഒരു സൽസ്വഭാവിയുടെ അടയാളമാണോ മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും നോക്കിയിട്ട് നടക്കൽ? അതിനേക്കാൾ നാറിയ ചീഞ്ഞ സ്വഭാവം വേറെയുണ്ടോ? മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. ഖൽബ് നന്നാകണമെങ്കിൽ, തഖ്വ കിട്ടണമെങ്കിൽ, അല്ലാഹുവിനെ ഭയപ്പെടണമെങ്കിൽ സ്വഭാവം നന്നാകണം. സ്വഭാവം നന്നാകണം. സ്വഭാവം നന്നാകാതെ സ്വഭാവത്തിൽ വല്ല പിശക്കുകളും, എന്തെങ്കിലും തോന്നിവാസങ്ങൾ, ആഭാസകരമായിട്ടുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആ കൽബുകൾ കറുത്ത് കറുത്ത് ചത്തുപോകും. പിന്നെ ആ കൽബിൽ തഖ്വ കയറൂല, പിന്നെ ആ കൽബിൽ മുത്തുനബിക്ക് സ്ഥാനം ഉണ്ടാവൂല, പിന്നെ ആ കൽബിൽ അള്ളാഹുവിന്റെ ചിന്തയുണ്ടാവൂല. കാരണം തെറ്റുകളെ കൊണ്ട് ഇങ്ങനെ കൂടിയപ്പോൾ, തെറ്റുകളെ കൊണ്ട് ഇങ്ങനെ കഴിയുമ്പോ കൽബ് കറുത്ത് കറുത്ത് ഇങ്ങനെ വരണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കാണാം, മൻ അയ്യറ അഖാഹു ബിദംബിൻ ലം യമുത് ഹത്താ യഅമലഹു. നബി തങ്ങൾ പറയാണ്, ഒരാള് മറ്റൊരാളെ ഗീബത്ത് പറഞ്ഞാൽ, ഒരാള് മറ്റൊരാളെ കുറ്റങ്ങളും കുറവുകൾ പറഞ്ഞാൽ, ആ കുറ്റങ്ങളും കുറവുകളും ഈ പറഞ്ഞ വ്യക്തിയിൽ സംഭവിക്കലല്ലാതെ ഈ വ്യക്തി മരിക്കൂല. ഞാൻ ഒരാളെന്തോ പറഞ്ഞു, അയാളെ കാണും പറഞ്ഞു അയാള് വെറു ഡോങ്കിയാവാം. ഈ മനുഷ്യൻ എന്ത് ഡോങ്കിയാക്കിയിട്ടില്ല. എന്നാൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഡോങ്കി എന്നുള്ളൊരു സ്വഭാവം എന്റെ ജീവിതത്തിൽ വരാതെ ഞാൻ മരിക്കൂല. ഇങ്ങനെ നോക്കുന്ന ഉസ്താദ് ഞങ്ങളെ ലീസ്റ്റെല്ലാം വലിയതായിട്ട് 200 പേജിന്റെ ബുക്ക് എന്ന് കൊണ്ടെങ്കിൽ മതിയാവല. അത്ര ഉണ്ട് ഞങ്ങളിൽ. ഒരു നാൾക്ക് എന്തെല്ലാം ചെല്ലുന്നു, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. ഇത് ഞാൻ വെറുതെ പറയല്ല. ബഹുമാനപ്പെട്ട മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് വലിയ സ്വപ്ന വ്യാഖ്യാതാവാണ്. ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം ഒരു വ്യക്തിയെ കാണുമ്പോ യാ മുഫ്ലിസ് എന്ന് വിളിച്ചു. എന്താ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ? പാപ്പരൻ, ഒരു പൈസയും ഇല്ലാത്ത പച്ചപ്പാവ, എന്തില്ല, പൈസ തന്നെ ഇല്ല, അതാ അതിന്റെ അർത്ഥം. അപ്പൊ ഒരാളെ കാണുമ്പോ ഞാൻ വിളിച്ചു പോയതാണ് യാ മുഫ്ലിസ്, ഓ മുഫ്ലിസേ. ബഹുമാനപ്പെട്ടവര് പറയാണ്, എന്റെ ജീവിതത്തിൽ 60,000 ദിർഹം കടമായി ജയിലിൽ അകപ്പെടുകയും എന്നിട്ട് ആ മഹാൻ ജീവിതത്തിൽ ജയിലിൽ പോവുകയും ഈ 60,000 ദിർഹം കടം വീട്ടാൻ കഴിയാതെ ജയിലിൽ വെച്ച് വഫാത്താവുകയും ആ കടം പിന്നെ മകൻ അബ്ദുള്ളയാണ് കടം വീട്ടിയത്. എന്റെ ഒരാളെ വെറുതെ കാണും പറഞ്ഞതാ യാ മുഫ്ലിസു. ആ പറഞ്ഞത് ഈ മഹാന്റെ ജീവിതത്തിൽ സംഭവിച്ചു. മഹാന്മാർ ഇത് വിശദീകരിച്ചുകൊണ്ട് കിതാബിൽ പറയുന്ന കാണാം, 12 കൊല്ലത്തിന്റെ ഇടയിൽ ഒരാളെ നമ്മൾ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 കൊല്ലത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ആചാർ വലിയ പൈസ ഉള്ള ആള്, വലിയ കമ്പനിയും ഫാക്ടറി ഉള്ള കാലിടൻ ജാഗല്ല ഉള്ളവിടെ എല്ലാം ആചാര ഫാക്ടറി. ഏതോ ഒരു സുപ്രഭാതത്തിൽ എല്ലാം പൊട്ടിപ്പോയി. ആള് പൈസയുടെ പളപ്പിൽ ഇങ്ങനെ കൂടുമ്പോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കളിയാക്കിയിട്ടുണ്ടാകും. അതിന്റെ ഫലമാണ് റബ്ബ് കൊടുത്തത്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഏതൊരു പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മളൊക്കെ അത് ശ്രദ്ധിക്കേണ്ടതാണ്.
എന്നാൽ നമ്മൾ മുഅ്മിനീങ്ങളാണ്, ഒരാളെയും നമ്മൾ വെറുപ്പ് കാണിക്കാൻ പാടില്ല. മഹാന്മാർ കിതാബിൽ പറയുന്നത് കാണാം, ഒരാളെ നമ്മൾ ഗീബത്ത് പറഞ്ഞാൽ മുത്തുനബിയുടെ റൂഹിന് വേദനിക്കും, മുത്തുനബിയുടെ ആത്മാവിന് വേദനയുണ്ടാകും. നമ്മൾ പറയുന്ന ഗീബത്തിന്റെ കാരണം കൊണ്ട് മുത്തുനബി പോലും വേദനിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ ഞാനാണെങ്കിൽ പിന്നെങ്ങനെയാണ് നമ്മുടെ ആഖിറം വിജയിക്കാൻ കഴിയുക? പിന്നെങ്ങനെയാണ് പരലോകത്ത് വിജയിക്കാൻ കഴിയുക? അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാകണം. ഒരാളെയും നമ്മൾ കുറ്റം പറയും, ഒരാളോട് നമ്മൾ അസൂയ കാണിക്കാൻ പാടില്ല, ഒരാളോട് നമ്മൾ തമ്മിൽ തർക്കിക്കാൻ പാടില്ല, ഒരു പ്രശ്നത്തിലും ഏർപ്പെടാൻ പാടില്ല, ഒരാളോടും വിദ്വേഷം പാടില്ല, വെറുപ്പ് പാടില്ല, അസൂയ പാടില്ല, കുശുമ്പ് കാണിക്കാൻ പാടില്ല. എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? ഒരാളെ നമ്മള് വിദ്വേഷം വെച്ചാൽ, ഒരാളോട് വെറുപ്പ് കാണിച്ചാൽ നമുക്ക് എന്താ ലാഭമുള്ളത്? നഷ്ടമല്ലാതെ ലാഭം കിട്ടൂല. അതുകൊണ്ട് ഒരാളോടും നമ്മൾ അക്രമപരമായി അനീതിപരമായി പെരുമാറാൻ പാടില്ല. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. നബി തങ്ങൾ പറഞ്ഞില്ലേ, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് അക്രമം കാണിക്കാൻ പാടില്ല, അവനെ ഇകഴ്ത്താൻ പാടില്ല, അവനെ കൊളമാക്കാൻ പാടില്ല, അവനെ നിസ്സാരമാക്കാൻ പാടില്ല. അങ്ങനെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ നിസ്സാരമാക്കാതെ, അവനോട് വെറുപ്പ് കാണിക്കാതെ, അവനോട് അസൂയ കാണിക്കാതെ, അവനോട് വിദ്വേഷം വെക്കാതെ, അവനോട് അനീതി കാണിക്കാതെ, അവനോട് അക്രമം കാണിക്കാതെ ജീവിക്കുകയാണെങ്കിൽ മുത്തുനബി പറഞ്ഞു, അത്തഖ്വാ ഹൗനാ, അത്തഖ്വാ ഹൗനാ. അതാണ് തഖ്വ എന്ന് പറഞ്ഞാല്, അതാണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാല്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ ഒരു മുഅ്മിനെയും അപകീർത്തിപ്പെടാൻ പാടില്ല, ഒരു മുഅ്മിനോടും നമ്മൾ വെറുപ്പ് കാണിക്കാൻ പാടില്ല, ഒരാളോട് നമ്മൾ അസൂയ കാണിക്കാൻ പാടില്ല. നബി തങ്ങളോട് അക്രമം കാണിച്ച ആളുകൾ, മുത്തുനബിയോട് അനീതി കാണിച്ച ആളുകൾ, എത്ര ആളുകൾ അനീതി കാണിച്ചു? മുത്തുനബിയെ കൊല്ലാൻ വേണ്ടി പോലും തയ്യാറായി വന്ന ശത്രുക്കളോട് മുത്തുനബി പെരുമാറിയത് എങ്ങനെയാണ്? നല്ല സൽസ്വഭാവത്തിലല്ലേ? മുത്തുനബിയെ ആക്രമിച്ച ആളുകൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞു വന്നപ്പോ മുത്തുനബി അവരോട് പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് നമ്മൾ പകരം ചോദിക്കുന്നില്ല, നിങ്ങളോട് ഞങ്ങൾ പകരം വീട്ടുന്നില്ല. നിങ്ങൾ കുറെ മുമ്പ് നമ്മുടെ കുടുംബക്കാരൊക്കെ കൊന്നിട്ടുണ്ട്, കുടുംബക്കാരോട് നിങ്ങൾ അനീതി കാണിച്ചിട്ടുണ്ട്, കുടുംബക്കാരോട് നിങ്ങൾ അക്രമം ചെയ്തവരാണ്. പക്ഷേ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഞങ്ങൾ അതിന്റെ പകരം നിങ്ങളോട് ചോദിക്കുന്നില്ല, നിങ്ങളോട് ഞങ്ങൾ അനീതി കാണിക്കുന്നില്ല, നിങ്ങളോട് ഞങ്ങൾ അക്രമം കാണിക്കുന്നില്ല, അതിന്റെ വിഷയത്തിൽ നിങ്ങളോട് ഞങ്ങൾക്ക് വിദ്വേഷമില്ല. സ്വഭാവത്തിന്റെ ഉടമയല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ മുത്തുനബിയെ പറഞ്ഞത് എങ്ങനെയാണ്? വ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, തങ്ങൾ സൽസ്വഭാവത്തിന്റെ മുകളിലാണ്, സൽസ്വഭാവം മുത്തുനബിയുടെ കീഴിലാണ്. അത്രക്കും വലിയ സൽസ്വഭാവത്തിന്റെ ഉടമയല്ലേ മുത്തുനബി? ആക്രമിച്ച ആളോട് തിരിച്ചക്രമം കാണിച്ചില്ല, ചീത്ത പറഞ്ഞവരോട് തിരിച്ച് ചീത്തം പറഞ്ഞില്ല, അനീതി കാണിച്ചവരോട് തിരിച്ചനീതി കാണിച്ചില്ല, വെറുപ്പ് പ്രകടിപ്പിച്ചവരോട് തിരിച്ച് വെറുപ്പ് പ്രകടിപ്പിക്കാതെ മയമായ സ്വഭാവത്തോടുകൂടി പിന്മാരെ പെരുമാറിയ നേതാവാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ മുത്തുനബി സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദിവസം ആ കൂടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, ഒരു മനുഷ്യൻ ഇപ്പോൾ കടന്നു വരും, ആ മനുഷ്യൻ സ്വർഗത്തിലേക്കുള്ള ആളാണ്. ഒരു മനുഷ്യൻ കടന്നു വരും, ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്, ആ മനുഷ്യന് സ്വർഗം ഉറപ്പാണ്. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ സ്വഹാബത്തിന്റെ സദസ്സിലേക്ക് ഒരു സ്വഹാബി കടന്നു പോവുകയാണ്. അങ്ങനെ പോയി ആ മുത്തുനബിയുടെ സദസ്സൊക്കെ കഴിഞ്ഞു, മജ്‌ലിസൊക്കെ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സ്വഹാബി, ആ സ്വഹാബി വന്നു പോയതിന് ശേഷം ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, നബി തങ്ങൾ പറഞ്ഞതാണ്, ആ കടന്നു വരുന്ന സ്വഹാബി സ്വർഗത്തിലേക്കുള്ള സ്വഹാബിയാണ്. അങ്ങനെ മുത്തുനബിയുടെ സദസ്സിലൊക്കെ ഇരുന്നു. എന്നിട്ട് സദസ്സിലൊക്കെ ഇരുന്നതിന് ശേഷം മുത്തുനബിയുടെ മജ്‌ലിസ് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു
ആ മനുഷ്യന്റെ പിന്നിലൂടെ നടന്നു പോവുകയാണ്. എന്തിന്? ഈ സ്വഹാബി സ്വർഗത്തിലേക്കാണ് എന്ന് മുത്തുനബി പറയാനുള്ള കാരണം എന്തായിരിക്കും? ആ സ്വഹാബിയിൽ സ്പെഷ്യലായിട്ടുള്ള പ്രവർത്തനം എന്തായിരിക്കും? അതൊന്നും എനിക്ക് കണ്ടുപിടിക്കണം, എനിക്ക് സ്വർഗത്ത് പോവാലോ. എന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന്റെ പിന്നിലൂടെ പോയി. ആ മനുഷ്യൻ വീട്ടിലേക്ക് ചെന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് വീട്ടിന്റെ പുറത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു 2-3 ദിവസം ഇവിടെ താമസിക്കണം. ഞാൻ വീട്ടിൽ എന്റെ ഉപ്പയോട് പിണങ്ങി വന്നിരിക്കുകയാണ്. കാരണം സത്യത്തിലോട് പിണങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ ഈ സ്വഹാബിയുടെ ഭാഗത്തിലുള്ള സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു ഇബാദത്ത് ഏതാണ്? അത് കണ്ടുപിടിക്കണം. അത്രേ ഉള്ള ലക്ഷ്യം. അപ്പൊ അവിടെ വീട്ടിൽ കയറി ചെല്ലണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറയണമല്ലോ. ഈ സ്വഹാബി പറഞ്ഞു, ഞാൻ എന്റെ ഉപ്പയോട് തെറ്റി നിൽക്കാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വീട്ടിൽ ഒരു 3 ദിവസം ഒന്ന് താമസിക്കണം. ആ മനുഷ്യൻ പറഞ്ഞ, ആ സ്വഹാബി പറഞ്ഞ, ആയിക്കോട്ടെ നിങ്ങൾ താമസിച്ചോളി. അങ്ങനെ രാത്രിയാകുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്നില്ല. ഈ സ്വഹാബി ഇങ്ങനെ ഒബ്സർവ് ചെയ്യാണ്, ഈ സ്വഹാബി ഇങ്ങനെ നോക്കി നിൽക്കാണ്. എന്താ സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മളെ നിസ്കാരം മാത്രമാണോ, നോമ്പ് മാത്രമാണോ, സദക്ക മാത്രമാണോ, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നുണ്ടോ? ഈ സ്വഹാബി ഒരു ദിവസം നോക്കി, അന്ന് കണ്ടില്ല, അന്നൊന്നും സ്പെഷ്യലായി കണ്ടില്ല. പിറ്റേ ദിവസവും ശ്രദ്ധിച്ചു, അന്നും കണ്ടില്ല. 3-ാമത്തെ ദിവസം കൂടി നോക്കിയപ്പോൾ അന്നും സ്പെഷ്യലായിട്ടൊന്നും കാണുന്നില്ല. ഈ സ്വഹാബി ആ സ്വഹാബിയോട് ചോദിക്കാണ്, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, ഞാൻ എന്റെ ഉപ്പയോട് പിണങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചത് എന്തിനാണ്? നിങ്ങളുടെ ഭാഗത്തിൽ സ്വർഗത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഇബാദത്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതൊന്നറിയാനുള്ള അത്യാഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ മുത്തുനബി പറഞ്ഞ കാരണം എന്തായിരിക്കും? ഈ സ്വഹാബി പറഞ്ഞു, ഇത് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് എന്ന സ്വഹാബിയാണ്. ഈ സ്വഹാബി പറയുകയാണ്, ഈ സ്വഹാബി പറഞ്ഞു, മാ ഹുവ ഇല്ലാ മാ റഅയ്തു ഗൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശാ. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കാൻ വേണ്ടി വന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഞാനും നിർവഹിക്കുന്നത്, നിങ്ങൾ നോൽക്കുന്ന നോമ്പാണ് ഞാനും നോക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന ധർമ്മമാണ് ഞാനും ചെയ്യുന്നത്. പക്ഷേ സ്പെഷ്യലായി ഞാനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എന്റെ അരികിൽ ഒരു സ്വഭാവമുണ്ട്. എന്താണ് സ്വഭാവം? എന്താണെന്നറിയോ? മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരൊറ്റ സ്വഹാബിയോടും എനിക്ക് വെറുപ്പില്ല, വിദ്വേഷമില്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരൊറ്റ സ്വഹാബിയോടും എനിക്ക് വെറുപ്പില്ല. ഇതെന്നായിരുന്നു കാരണം? സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത ആ ഖൽബിന്റെ ഉടമ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആയപ്പോൾ മുത്തുനബി പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിലേക്കാണ്. എന്തേ? ഒരാളോടും വെറുപ്പില്ല. ഒരാളോടും വെറുപ്പില്ല എന്ന് പറഞ്ഞാൽ തെറ്റുകളൊന്നും സംഭവിക്കില്ല, ഗീബത്ത് പറയില്ല, അസൂയ ഉണ്ടാവില്ല, ഒരാളെ കുറിച്ച് ഒന്നും പറയില്ല, മറ്റുള്ളവന്റെ തെറ്റുകൾ നോക്കി നടക്കൂല. കാരണം എന്തുകൊണ്ട്? ഒരു വെറുപ്പും ഒരാളോടും ഇല്ല. അങ്ങനെ ജീവിക്കാൻ കഴിയണം, ആ രൂപത്തിൽ ജീവിക്കാൻ കഴിയണം. അസൂയ വെച്ചിട്ട് എന്ത് കിട്ടാൻ? ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനല്ലേ. ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ ഹംബലി മദ്ഹബുകാരനാണ്. അയാള് ഷാഫിഈ ഇമാം മരിക്കാൻ വേണ്ടി ഒന്നും ദ്വാരക്കും. ഷാഫിഈ ഇമാം മരിച്ചു പോണോ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ ദുആഇന്റെ സദസ്സുകൾ ഒരുക്കിന ഷാഫിഈ ഇമാം വഫാത്തായി പോകാൻ വേണ്ടി. എന്താ കാരണം? ഷാഫിഈ ഇമാമിന്റെ ബഹ്റ് പോലത്തെ ഇൽമു കൊണ്ട് ഇവിടെ കുറെ ആളുകൾ ഷാഫിഈ മദ്ഹബ് സ്വീകരിക്കും. അപ്പൊ ഹംബലിയിൽ ആള് കുറയും, നമ്മളെ ടിക്കറ്റ് ചെലവാവൂല. ചരിത്രത്തിൽ പറയുന്ന കാണാം, ആ മനുഷ്യൻ ആദ്യം മരിച്ചുപോയത്, പിന്നീട് ഷാഫിഈ ഇമാം പറയുന്നു. ഷാഫിഈ ഇമാമിനോട് വന്ന് പറഞ്ഞ ആളുകള്, ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ മരിക്കാൻ വേണ്ടി ആ മനുഷ്യൻ സദസ്സുകൾ ഒരുക്കിയിട്ട് ദുആ ചെയ്യുന്നുണ്ട്. ഷാഫിഈ ഇമാം പറഞ്ഞു, എനിക്കതിലൊന്നും ബേജാറില്ല, എനിക്കതിലൊരു പ്രയാസവുമില്ല, ഒരു വിഷമവുമില്ല. കാരണം
ജനിച്ച ഒരാൾ മരിക്കൽ നിർബന്ധമാണ്. അക്കും പക്ഷേ ഞാൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത് കൊണ്ട് അയാളോട് എനിക്ക് ഒരു വെറുപ്പുമില്ല. ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞതാണ്. നമ്മളാണെങ്കിൽ നമ്മളെ പേരിൽ ഒരാൾ മരിക്കാൻ വേണ്ടിയിട്ട് സദസ്സാക്കണമെന്നില്ല, ദുആന്ന് ചൊല്ലിട്ട് ഞങ്ങൾ കേൾക്കണമെന്നില്ല. വേറെ ആരോ വന്നിട്ട് ചെല്ലേ ഇതറ നീ മരിക്കണം ചൊല്ലിട്ട് അയാൾ ദുആരുന്നതിന് എന്താവും? കൂടെ പരലുള്ള പിക്കാസും കൊട്ടെടുത്തിട്ട് പോവല്ലേ? എന്തേ ഞാൻ അവനെ പൂത്തിട്ടേ വരുന്നേ. നമ്മളെ സ്വഭാവം അങ്ങനല്ലേ? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. അപ്പൊ അത്ര വലിയ മഹാൻ മരിക്കാൻ വേണ്ടി അന്ന് ജീവിക്കുന്ന ഒരാൾ ദുആ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു എനിക്കതിലൊരു പ്രശ്നവും ഇല്ല. ഇതാണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ മൂന്നാമത്തെ അടയാളം എന്താണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ? മറ്റുള്ള ആളുകളിൽ നിന്ന് എന്ത് പ്രയാസം ഉണ്ടായാലും സഹിക്കാൻ കഴിയണം. അത് സൽസ്വഭാവത്തിന്റെ അടയാളമാണ്. മറ്റുള്ള ആളുകളിൽ നിന്ന് എന്ത് പ്രയാസങ്ങൾ സംഭവിച്ചാലും നമ്മളെ എത്ര വേദനിപ്പിച്ചാലും അത് സഹിക്കാനുള്ള മനസ്സുണ്ടോ എന്ന നീ ഏറ്റവും വലിയ സൽസ്വഭാവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കാണാം. ഖിയാമത്ത് നാളിൽ എല്ലാ സൃഷ്ടികളെയും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന 6 വിഭാഗം ആളുകളുണ്ട്. ഹിസാബില്ലാതെ നരകത്തിലേക്ക് പോകുന്ന 6 വിഭാഗം ആളുകളുമുണ്ട്. ഈ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളാണ് അഹ്ലുൽ ഫദ്ൽ. അഹ്ലുൽ ഫദ്ൽ എന്ന പേരിലുള്ള ഒരു വിഭാഗം ആളുകൾ. അപ്പൊ സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ പോകുന്ന ആളുകളെ ഇങ്ങനെ ഖിയാമത്ത് നാളിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് മലായിക്കത്തിനോട് ഇങ്ങനെ വിളിക്കാൻ പറയും. ആ കൂട്ടത്തിൽ മലായിക്കത്ത് വിളിച്ചു ഐന അഹ്ലുൽ ഫദ്ൽ. അഹ്ലുൽ ഫദ്ൽ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എവിടെയാണ്? അപ്പൊ ഫയഖൂമു നാസുൻ വഹും യസീർ. അപ്പൊ ഒരു വിഭാഗം ആളുകളൊക്കെ എണീറ്റു. പക്ഷെ കുറച്ചാളുകളെ ഉള്ളൂ, കുറെ ഒന്നുമില്ല. ഇതുപോലെ സദസ്സിൽ കണ്ടില്ലേ, ഇതേപോലെ കുറച്ചാളുകളെ ഉള്ളു അഹ്ലുൽ ഫദ്ൽ എന്ന വിഭാഗത്തിൽ. ഫയന്തലിഖൂന സിറാഅൻ ഇലൽ ജന്ന. അവര് സ്വർഗത്തിലേക്ക് ആട്ടി ഓടാണ്. കാരണം ഹിസാബില്ലാലോ. ഹിസാബ് ഉണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റ് ഉണ്ടെങ്കിലല്ല അവിടെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സൂപ്പർ മൈൻഡ് റോഡാണ്. ഒരു ചെക്കിങ്ങും ഇല്ല, ഒരു ജമ്പും ഇല്ല, ഒന്നുമില്ല, ഒരു അമ്പും ഒന്നും എന്നായില്ല. നേരെ പോലെ അടിച്ചു വിടൂലേ? അതേപോലെ ഈ അഹ്ലുൽ ഫദ്ലിനെ വിളിച്ചപ്പോ ഈ വിഭാഗം ആളുകൾ എണീറ്റ് ഒറ്റ ഓട്ടാണ്. ആ ഓടുന്ന സമയത്ത് മലായിക്കത്ത് ഇതൊക്കെ കണ്ടു. മലായിക്കത്ത് ചോദിച്ചു ഇന്നാ നറാക്കും സിറാഅൻ ഇലൽ ജന്ന വമൻ അൻതും. നിങ്ങൾ എവിടേക്കാ ഈ സ്വർഗ്ഗത്തേക്ക് ഓടുന്നത്? നിങ്ങൾ ആരാ? അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾ അഹ്ലുൽ ഫദ്ലാണ്. നിങ്ങൾ വിളിച്ചില്ല അഹ്ലുൽ ഫദ്ൽ എവിടെ? ഞങ്ങളാണ് അഹ്ലുൽ ഫദ്ൽ. അപ്പോ ഈ മലായിക്കത്ത് ചോദിച്ചു നിങ്ങളെ ഫദ്ൽ എന്താ? നിങ്ങൾ ശ്രേഷ്ഠരായ ആളുകൾ എന്നല്ല പറഞ്ഞേ, നിങ്ങൾ ശ്രേഷ്ഠരെന്താ? ഈ മനുഷ്യൻ പറഞ്ഞു, ഈ വിഭാഗം ആളുകൾ പറഞ്ഞു കുന്നാ ഇദാ ളുലിംനാ സബർനാ, കുന്നാ ഇദാ ളുലിംനാ സബർനാ. ഞങ്ങളെ ആക്രമിച്ചാൽ, ഞങ്ങളോട് അനീതി കാണിച്ചാൽ, ഞങ്ങളോട് പ്രശ്നമുണ്ടാക്കിയാൽ അതിന്റെ പേരിലൊക്കെ നമ്മൾ ക്ഷമിക്കുന്ന ആളുകളാണ്, സബർ ചെയ്യുന്ന ആളുകളാണ്. അവൻ എന്നെ ആക്രമിച്ചല്ലോ എന്ന് പറഞ്ഞാൽ തിരിച്ചക്രമിക്കൂല. അവൻ എന്നോട് അനീതി കാണിച്ചല്ലോ എന്ന് പറഞ്ഞാൽ തിരിച്ചനീതി കാണിക്കൂല. നമ്മളൊക്കെ സഹിച്ചു നിൽക്കുന്ന വിഭാഗമാണ്. എന്നിട്ട് പറയാണ് വൈദാ ഉസിയ ഇലൈനാ ഫൗന. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസകരമായ സംഗതികൾ ഉണ്ടാക്കിയാൽ ഞങ്ങളത് അപ്പൊ തന്നെ അവർക്ക് പുറത്തു കൊടുക്കും. ചില മുഅ്മിനീങ്ങളുടെ സ്വഭാവം കണ്ടില്ലേ? നമ്മുടെ മശായിഖന്മാരുടെ സ്വഭാവം കണ്ടില്ലേ? ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമാ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ധാരാളം ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു ഉസ്താദിനും അവിടുത്തെ തണലിലായി ജീവിക്കാൻ ശിഷ്യന്മാരായ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു ദിവസത്തിൽ എത്ര ഭീഷണികളാണ് ഉസ്താദിന് വരുന്നത്. ഉസ്താദിന് എന്തെല്ലാം പറയുന്ന ആളുകളുണ്ട്. ഉസ്താദ് എന്ത് ചെയ്താലും ഉസ്താദിന്റെ സ്വഭാവമാണ് പുറത്തു കൊടുക്കുക എന്നുള്ളത്. എന്ത് ചെയ്താലും ഉസ്താദിനതൊരു പ്രയാസമായിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുഞ്ചിരിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ ഒരു ദിവസം സ്വഹീഹുൽ ബുഖാരിയുടെ സബക്കിൽ, ഉസ്താദിന്റെ സബക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഉസ്താദ് ഈ വബാനിൽ എന്ന് പറഞ്ഞ ഒരു കഷായം കുടിക്കും. നല്ല ചൂടുള്ള കഷായാണ്.
അങ്ങനെ ബുഖാരി സബക്ക് നടക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഖാദിമ് കഷായം കൊണ്ടൊന്ന് കൊടുക്കുക. അങ്ങനെ ഞങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഖാദിമ് നല്ല ചൂടുള്ള വബാനിലായിട്ട് എന്തായി ഉസ്താദിന്റെ അടുത്തേക്ക് വന്ന് ഉസ്താദിന്റെ മേശപ്പുറത്ത് വെച്ച കഷായം ഒന്ന് മറിഞ്ഞ് ഉസ്താദിന്റെ മുകളിലേക്ക് വീണു. നല്ല ചൂടുള്ള കഷായാണ്. ഇത് വീണപ്പോ നമ്മളൊക്കെ എണീച്ചു ഒച്ചപ്പാടുണ്ടാക്കി. കാരണം ഉസ്താദിന്റെ മുകളിലേക്കാണല്ലോ വീഴുന്നത്. നമ്മളൊക്കെ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കി ഉസ്താദിന്റെ എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കും. ഉസ്താദ് ഖാദിമിനെ നോക്കിയിട്ട് ഒരു ചിരി, പുഞ്ചിരി. അതാണ് സ്വഭാവം. നമ്മളെന്തായിരിക്കും, നമ്മളെങ്ങനായിരിക്കും? അപ്പൊ അതുപോലെയാണ് നമ്മുടെ മശായിഖന്മാർ. അവരൊക്കെ കാണിച്ചു തന്ന വഴിയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ, നൂറുൽ ഉലമ, താജുൽ ശരിയ, താജുൽ ഫുഖഹാ. ഇവരൊക്കെ നമുക്ക് കാണിച്ചു തന്ന വഴിയാണ് ഇത്തരത്തിലുള്ള സ്വഭാവ മഹിമയുള്ള ഗുണങ്ങൾ. ആ സ്വഭാവത്തിൽ പെരുമാറാൻ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പോഴേ ഈമാൻ പൂർത്തിയാവുള്ളൂ, അപ്പോഴേ തഖ്വ കിട്ടുള്ളൂ. സൽ സ്വഭാവം എന്ന് പറഞ്ഞാലൊക്കെ അതാണ്. അപ്പൊ വേറൊരാളുടെ ഭാഗത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും സഹിക്കാൻ കഴിയണം. അപ്പൊ അഹ്ലുൽ ഫളിൽ എന്ന വിഭാഗത്തിന്റെ അടയാളമായിരുന്നു ഏത് തെറ്റുകൾ അവരോട് ആര് ചെയ്താലും, അവരോട് ആര് അക്രമം കാണിച്ചാലും അതൊക്കെ അവർ സഹിക്കും, അതൊക്കെ പുറത്തു കൊടുക്കും. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു സഹിക്കുന്ന ആളായിരുന്നു. അപ്പൊ നമ്മൾ പറയും ഞാനും സഹിക്കുന്നുണ്ട് ഉസ്താദെ. ശൈഖ് റിഫായി സഹിച്ചത് എങ്ങനെയാണെന്നറിയോ? മഹാന്മാർ പറയുന്നത് കാണാം, മഹാന്മാർ പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തു. ആരാ കേസ് കൊടുത്തത്? കുടുംബക്കാരന് കേസ് കൊടുത്തത് പോയിട്ട്. എന്നിട്ട് രാജാവ് വിളിപ്പിച്ചു, കേസ് തീരുമാനാക്കണം. ജഡ്ജി വിളിച്ചു. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പോയി അങ്ങനെ വിഷയങ്ങളൊക്കെ സംസാരിക്കാണ്. അപ്പോ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് ഒറ്റ കാര്യമില്ല, മറുഭാഗത്തിൽ കുടുംബക്കാർ മുഴുവനും നിൽക്കുന്നുണ്ട്. അവരാ കേസ് കൊടുത്തത്. എന്താ പ്രശ്നം? അങ്ങനെ ജഡ്ജി ചോദിക്കാൻ തുടങ്ങി, പ്രശ്നം എന്താ? അപ്പൊ ആ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട റിഫായിയുടെ വീട്ടിന്റെ മുന്നിലുള്ള സ്ഥലം എന്റെ സ്ഥലമാണ്, അതെന്റെ അവകാശമാണ്. അപ്പൊ ജഡ്ജി റിഫായി തങ്ങളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? അതെ, അത് അയാള് തന്നെ കൊടുത്തോളാം. അപ്പൊ വേറൊരാള് പറഞ്ഞു, എന്റെ പിൻഭാഗത്തുള്ള സ്ഥലം എന്റേതാണ്. റിഫായി തങ്ങളോട് ചോദിക്കുമ്പോ പറഞ്ഞു, അത് അയാൾ തന്നെ, ഞാൻ കൊടുത്തോളാം. പിന്നൊരാള് പറഞ്ഞു, ഇടതുഭാഗത്തുള്ള സ്ഥലം അതെന്റേതാണ്. ഇങ്ങനെ ഓരോരുത്തം പറയാണ്. റിഫായി ശൈഖിന് കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ വീടല്ലാത്ത സ്ഥലങ്ങളെല്ലാം ഓരോരുത്തരും പറഞ്ഞു. അവസാനം കൂട്ടത്തിലുള്ള ഒരാള് പറഞ്ഞു, ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ വീട് അത് എന്റെ വീടാണ്. അപ്പൊ ജഡ്ജി ചോദിച്ചു, വീട് അത് അയാൾ തന്നെ, ഞാൻ കൊടുത്തോളാം. സത്യത്തിൽ അതെല്ലാം റിഫായി തങ്ങളതായിരുന്നു. കുടുംബക്കാരൊക്കെ ഓരോരുത്തരും പരാതി പറഞ്ഞപ്പോ അത് അയാളെ തന്നെ, ഞാൻ കൊടുത്തോളാം. ഇന്ന് ജാഗ ആരെ പേരിലുണ്ട്, ആ പേരിൽ നിന്ന് വേറൊരു പേരിലേക്ക് മാറും. എന്ത് പ്രശ്നമായിരിക്കും? 1 സെന്റ് അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലത്തില് കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോ അപ്പുറത്തോന്റെ സ്ഥലത്തിന്റെ ഭാഗത്തിൽ നിന്ന് അല്പം മണ്ണൊന്നും ഇങ്ങോട്ട് വീണപ്പോ എന്ത് പ്രശ്നമായിരിക്കും? ഇത് ശൈഖ് റിഫായിയുടെ സ്ഥലങ്ങൾ മുഴുവനും കുടുംബക്കാർ പറഞ്ഞു, അതെന്റേതാണ്, അതെന്റേതാണ്, ഒക്കെ ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. ഒക്കെ സമ്മതിച്ചു, തീരുമാനമാക്കി. കുടുംബക്കാർ അവസാനം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നിങ്ങളെ ഞങ്ങളൊന്ന് പരീക്ഷിച്ചതാണ്, നിങ്ങളെ ഞങ്ങളൊന്ന് പരീക്ഷിച്ചതാണ്. ഈ പരീക്ഷണത്തിൽ ഞങ്ങൾ തോറ്റുപോയി. സത്യത്തിൽ ആ സ്ഥലം എന്റെ സ്ഥലമല്ല, നിങ്ങളുടെ വീടും എന്റെ വീടല്ല, നിങ്ങളുടെ വീടിന്റെ വശത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങളുടേതല്ല. നിങ്ങളൊന്ന് ഞങ്ങൾ പരീക്ഷിച്ചതാണ്. ഈ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞോ? അതാ പറഞ്ഞ, പരീക്ഷണങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ അത് സഹിക്കാൻ കഴിയണോ? ഇതിന്റെ അർത്ഥം ഇനി നാളെ അപ്പുറത്ത് വെളുപ്പുള്ളോ വന്നിട്ട് അത് എന്റെ ജാഗം ചെല്ലുമ്പോ ഇതിന്റെ അടുത്ത പോയി ചെല്ലണം, ചെല്ലിട്ടല്ല ഇത് ചെല്ലിനാവാ.
ഇനി അങ്ങനെ ആരും വിചാരിച്ചിട്ടുണ്ട. ഇനി നാളെ ഇത് ക്ലിപ്പാക്കിയിട്ട് ഫുള്ളിരുന്ന് ചെല്ലിനി ജാഗ കൊടുക്കണോ. നാളെ സ്വബ്ബയ്ക്ക് ഒരൊറ്റ പേപ്പർ ഒടിച്ച് പറഞ്ഞു നിന്റെ അവിടെയുള്ള 5 സെന്റ് അത് എന്റേത്, അതിൻ്റെതാ കൊണ്ടോ. നാളെ പ്രശ്നമാക്കണ്ട. മഹാന്മാരുടെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളും അവർ സഹിച്ച ത്യാഗങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്രക്കും പ്രയാസങ്ങൾ വരുമ്പോൾ സഹിക്കാൻ കഴിയണം. ആ സഹിക്കുന്ന വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തുഅതി മൻ ഹറമക, നിന്നോട് നിഷേധം കാണിക്കുന്ന ആളുകളോട് നിനക്കൊന്നും തരൂല. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിന്നെ തടഞ്ഞു വെക്കും. എന്ന നീയും അവനെ തടയരുത്, നീ അവന് കൊടുക്കണം. നിനക്ക് തടഞ്ഞവന് നീ കൊടുക്കണം. വതഅഫു അമ്മൻ വലമക, നിന്നോട് അക്രമം കാണിച്ചവന് നീ പുറത്തു കൊടുക്കണം. ഇത് എന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ വിളിച്ചു, അയാൾ വന്നില്ല. അയാളുടെ മകളുടെ കല്യാണത്തിന് അയാളും എന്നെ വിളിച്ച് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ കാലങ്ങളോളം പ്രശ്നം. എന്ത് ഞാൻ വിളിച്ചിട്ട് അവൻ വന്നിട്ടില്ല, അവന്റെ ചോര എന്റെ ചോര ഒന്നല്ലേ, അവൻ എന്തത്ര ബിസി. ഇങ്ങനെ കുറെ എന്തൊക്കെ പറഞ്ഞെന്താവാ കുടുംബത്തെ ഭിന്നിപ്പിലാക്കുക, കുടുംബം തെറ്റുന്ന രൂപത്തിലുള്ള പ്രവണതകൾ നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവുക. ഇതൊന്നുണ്ടെങ്കിൽ കൽബ് നന്നാവൂല. ആ കൽബ് പിന്നെ ചത്തിട്ടേ പോകുള്ളൂ. അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ സഹിക്കാൻ കഴിയണം. നമ്മളോട് ഒരാൾ അനീതി കാണിച്ചാൽ, അക്രമം കാണിച്ചാൽ അത് അഫൂ ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് വേണം. എന്നിട്ട് മുത്തനബി പറയാണ്, വതസിലു മൻ ഖതഅക, നിന്നോട് കുടുംബബന്ധം മുറിച്ചവന്റെ ബന്ധം നീ ചേർക്കണം. ചിലപ്പോ ജ്യേഷ്ഠന്റെ മക്കളും അനിയന്റെ മക്കളും തമ്മിൽ പ്രശ്നങ്ങളായിരിക്കും. മക്കളുടെ വിഷയത്തിൽ കുടുംബം ചിതറി നിൽക്കുന്നവർ, കുടുംബം ഭിന്നിപ്പിലാക്കി വെക്കുന്ന ആളുകൾ എത്ര ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്? എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും, എത്ര പ്രയാസങ്ങൾ വന്നാലും നമ്മളൊക്കെ സഹിക്കാൻ പഠിക്കണം. അത് ചിലപ്പോ ഭാര്യയുടെ ഭാഗത്തിൽ നിന്നുണ്ടാകാം, ഭർത്താവിന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകാം, മക്കളുടെ ഭാഗത്തിൽ നിന്നുണ്ടാകാം. ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും സഹിക്കാൻ കഴിയണം. അതിന്റെ അർത്ഥം മക്കൾ എന്തെങ്കിലും അനാചാരം ചെയ്യുമ്പോ, എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോ, ദീനിന് വിരുദ്ധമായി ചെയ്യുമ്പോൾ അതിങ്ങനെ സഹിച്ചു നിൽക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അതൊക്കെ സഹിക്കണം എന്നുള്ളതല്ല. ന്യായപരമായി അത് തെറ്റാണെന്ന് തോന്നുന്നില്ല, പക്ഷേ വിവരക്കേട് കൊണ്ട്, ബുദ്ധിയുടെ കുറവ് കൊണ്ട് കാണിച്ചതായിരിക്കും. പക്ഷെ അത് സഹിക്കാൻ കഴിയണം. അത് വലിയൊരു സ്വഭാവമാണ്, വലിയ നന്മയുടെ സ്വഭാവമാണ്. ബഹുമാനപ്പെട്ട അംർ ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബഹുമാനപ്പെട്ട അംർ ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് തങ്ങൾ പോവുകയാണ്. തങ്ങൾ പോയപ്പോ ബഹുമാനപ്പെട്ട അംർ ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹു മുത്തുനബിക്ക് കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. മുത്തുനബി കുടിക്കുന്ന വെള്ളത്തിൽ മുടി കണ്ടോ? അംർ ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിലുള്ള മുടിയായിരുന്നു ആ വെള്ളത്തിൽ കണ്ടത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? വേറൊരുത്തന്റെ വീട്ടിലാവണമെന്നില്ല, സ്വന്തം ഒക്കത്തൊക്കെ അടുത്തന്നെ ചിരിയളെ ഭാര്യയുടെ മുടി ചോറിൽ കിട്ടിയാന്ന് കണ്ടെങ്കിൽ അന്ന് ബദ്ർ യുദ്ധ അല്ലേ? കറിയിൽ ഉപ്പ് പറഞ്ഞു പോയെന്ന് കണ്ടെങ്കിൽ പടച്ചോന എന്ത് തല്ലി. പിള്ളേരെല്ലാരും വ്യൂവേഴ്സ് ഇങ്ങനെ നോക്കിയിരിക്കണേ, ഉപ്പ ഉമ്മ ഫൈറ്റ്. ഇത് കണ്ട് വളർന്നു വരുന്ന മക്കളും അങ്ങനെ ഇത് പറയുമ്പോ തമാശായിരിക്കും, പക്ഷെ അതിന്റെ പിന്നിൽ വരുന്ന, ഫ്യൂച്ചറിൽ വരുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാ. മക്കള് പിന്നീട് കറുത്ത കൽബിന്റെ സ്വഭാവമില്ലാതെ എന്തൊക്കെയോ കാണിച്ച് മൃഗീയമായ സ്വഭാവത്തിൽ മക്കൾ എത്തിപ്പെടാനുള്ള കാരണം മാതാപിതാക്കളായി. ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ സഹിക്കണ്ടേ. ബഹുമാനപ്പെട്ട അംർ ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹുവിന്റെ രോമം ഈ കുടിക്കുന്ന വെള്ളത്തിൽ കണ്ടപ്പോൾ മുത്തനബി പറഞ്ഞത് എന്താണ്? അല്ലാഹുമ്മ ജമ്മിൽഹു, ഈ രോമത്തിന്റെ ഉടമക്ക് നീ വലിയ ഐശ്വര്യം കൊടുക്കണേ, വലിയ ഭംഗി കൊടുക്കണേ. ചരിത്രത്തിൽ പറയുന്നത് കാണാം, അംർ ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹു 93 വയസ്സ് വരെ ജീവിച്ചു. പക്ഷേ താടിയിലോ തലമുടിയിലോ ഒരു രോമം പോലും നരച്ചിട്ടില്ല.
അത് മുത്തുനബിയുടെ ദുആഇന്റെ ബർക്കത്താണ്. അപ്പൊ അങ്ങനെ പൊരയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ ചിലപ്പോ ചോറില് ഭാര്യയുടെ മുടി കിട്ടിയാൽ മുടി എടുത്തിട്ട് ഭാര്യക്ക് ദ്വാരം കൊടുക്കും, അള്ളാഹു നിന്നെ നല്ലാക്കട്ടെ, ഇനിയും ചന്താക്കട്ടെ. അപ്പൊ പിറ്റേന്ന് ചോറിൽ മുടിന്റെ രാശി കൊണ്ടെന്ന് ഇടുന്നല്ല, അതൊക്കെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. പിന്നെ റാസി ഇട്ടെങ്കിൽ നിങ്ങൾ ദ്വാരന്നുകൊണ്ട് പോയെന്ന് കണ്ടെങ്കിൽ പിന്നെ ചോറിൽ ലാസ്റ്റ് പ്ലേറ്റിൽ ചോറ് ഇരിക്കാല, മുടിച്ചോറ്. അങ്ങനെ ആയി പോകരുത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. മുത്തുനബിയുടെ ജീവിതം മാത്രം ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിയിട്ട് എത്ര അറിവുകളാണ് കുടുംബ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്നത്. മുത്തുനബിയുടെ ജീവിതം നോക്കിയിട്ട് മാത്രം. മുത്തുനബിയുടെ സ്വഭാവത്തിൽ 63 വർഷം ജീവിച്ച മുത്തുനബിയുടെ 63 വർഷത്തിൽ കാണുന്ന സ്വഭാവം ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ സമൂഹത്തിനും, എല്ലാ വിഭാഗത്തിനും, എല്ലാ ആളുകൾക്കും വലിയ മാതൃകയുണ്ട്. അതിൽ വലിയ മാതൃകയുണ്ട്. അതുകൊണ്ട് സ്വഭാവം നന്നാകണം. പ്രയാസങ്ങൾ വരുമ്പോൾ അത് സഹിക്കാനുള്ള കഴിവ്, അത് സഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അപ്പൊ ആരെങ്കിലും അക്രമം കാണിച്ചാൽ, അനീതി കാണിച്ചാൽ അതിന്റെ പേരിൽ നമ്മൾ അവരോട് അക്രമം കാണിക്കരുത്, സഹിക്കാൻ കഴിയണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി ഉമൈർ ഇബ്നു വഹബ് എന്നുള്ളൊരു ശത്രു മുത്തുനബിയെ കൊല്ലാൻ വേണ്ടി പോവാണ്. എവിടേക്ക്? മദീനയിലേക്ക്. മക്കയിൽ കഅബയുടെ അരികിൽ വെച്ചുകൊണ്ട് ഉമൈർ ഇബ്നു വഹബ്, സഫ്വാൻ ഇബ്നു ഉയൈന ഇവരൊക്കെ തീരുമാനം ഉണ്ടാക്കിയിട്ട് ഉമൈറിനെ ഏൽപ്പിച്ചതാണ് മുത്തുനബിയെ കൊല്ലാൻ വേണ്ടി. അങ്ങനെ മുത്തുനബിയെ കൊല്ലാൻ വേണ്ടി ഉമൈർ ഇബ്നു വഹബ് മദീനയിലേക്ക് വന്നു. മുത്തുനബിയുടെ വീടിന്റെ മുൻവശത്ത് നിന്നു. ഇത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. കണ്ടപ്പോ ശത്രുവാണല്ലോ, കയ്യിൽ വാളുണ്ട്. ഇതൊക്കെ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞു. അത് മുത്തുനബിയുടെ വീട്ടിന്റെ മുന്നിലാ നിൽക്കുന്നത്. അങ്ങനെ മുത്തുനബിയുടെ ഡോറടി മുട്ടിയപ്പോൾ മുത്തുനബി ഡോറ് തുറന്നു. പുറത്തു വരുമ്പോ ഉമൈറിനെ കാണുന്നു, കൂടെ ഉമറുണ്ട് റളിയല്ലാഹു അൻഹു. അപ്പൊ മുത്തുനബി പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമറെ ഒന്ന് വിട്, അയാളെ വരുത്തുന്നത്. അല്ല തങ്ങൾ, അയാളെ കയ്യിൽ വാളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പ്രശ്നമാക്കണ്ട, അയാളെ വിടിങ്ങാട്. അങ്ങനെ ഉമൈർ ഇബ്നു വഹബിനെ വിളിച്ചു മുത്തുനബി. എന്നിട്ട് മുത്തുനബിയുടെ അരികിൽ ഇരുത്തിയിട്ട് മുത്തുനബി ചോദിച്ചു, അല്ല ഉമൈർ, എന്താ വന്നേ? ഒന്നില്ല തങ്ങളെ, ഇവിടെ കഴിഞ്ഞ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ട കുറെ ആളുകളുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എന്റെ മോനും ഉണ്ട്. അപ്പൊ മോനെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വന്നതാണ്. മുത്തുനബി പറഞ്ഞു, അല്ല ഉമൈർ, വേറെന്തോ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ, പറയ്. ഉമൈർ ഇബ്നു വഹബിന് പറയാൻ ധൈര്യം വരുന്നില്ല. മുത്തുനബി വീണ്ടും ചോദിച്ചപ്പോ ഉമൈർ പറഞ്ഞു, എന്നില്ല, ഞാൻ വെറുതെ വന്നതാണ്, മോനെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ല ഉമൈറെ, നീയും സഫ്വാനും കഅബയുടെ അരികിൽ വെച്ച് സംസാരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. സഫ്വാൻ നിന്നോട് കുറെ വാഗ്ദാനങ്ങൾ നടത്തിയില്ലേ? നീ പോയി മുത്തുനബിയെ കൊല്ലണം. ഇനി കൊല്ലാൻ കഴിഞ്ഞില്ല, അവിടെയുള്ള അൻസാറുകളായ സ്വഹാബത്ത് നിന്നെ കൊന്നുകളഞ്ഞാൽ പിന്നീട് നിന്റെ കുടുംബത്തെ ഞാൻ ഏറ്റെടുക്കും, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരും എന്നുള്ള സഫ്വാനിന്റെ ഓഫർ കൊണ്ടല്ല നീ വന്നത്, എന്റെ തലയെടുക്കാൻ വേണ്ടിയല്ല നീ വന്നത്. അതുകൊണ്ട് എന്നെ വെട്ടിക്കോ, എന്നെ കൊന്നോ ഉമൈറെ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നു വഹബ് ആ വാള് താഴെ വെച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ വ അന്നക റസൂലുള്ളാഹ്. ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു മാറി. മുത്തുനബിയുടെ പെരുമാറ്റം കൊണ്ട് കൊല്ലാൻ വന്നാളോട് മുത്തുനബി സൗമ്യമായി പെരുമാറിയപ്പോൾ കൊല്ലാൻ വന്നാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. എന്നിട്ട് ഉമൈർ ഇബ്നു വഹബ് മക്കയിലേക്ക് പോയി സഫ്വാനിനോട് പറഞ്ഞു, മുത്തുനബിയെ കൊല്ലാൻ ഒരാളെ കൊണ്ടും കഴിയൂല, നീയും മുത്തുനബിയെ കൊല്ലാൻ വേണ്ടി പോയാലും ഇസ്ലാം മതം സ്വീകരിച്ചേ വരൂ. കാരണം എന്താ? മുത്തുനബിയുടെ സ്വഭാവം അങ്ങനെയാണ്.
അപ്പൊ ആരെന്ത് അക്രമം കാണിച്ചാലും, എത്ര പ്രയാസങ്ങൾ ഉണ്ടാക്കിയാലും, എത്ര അനീതി കാണിച്ചാലും, ശത്രുത കാണിച്ചാലും, മുത്തുനബിയുടെ സ്വഭാവം വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, മുത്തുനബിയുടെ സ്വഭാവം അത് വല്ലാത്തൊരു സ്വഭാവമാണ്. എല്ലാ സൽ സ്വഭാവങ്ങളും അടങ്ങിയിട്ടുള്ള ജീവിതം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമായിരുന്നു. അങ്ങനെ ജീവിക്കാൻ കഴിയണം. പിന്നൊരടയാളം എന്താണ്? സൽസ്വഭാവത്തിന്റെ മറ്റൊരടയാളം ഏതാണ്? മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഗത്തിൽ നിന്നൊരു പ്രയാസവും ഉണ്ടാക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞതോ, നമുക്കൊരാള് പ്രയാസമുണ്ടാകുമ്പോ നമ്മൾ സഹിക്കണം. ഇപ്പൊ പറയുന്നതോ, എന്നെ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല, എന്നെ കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസവും വരാൻ പാടില്ല എന്ന ചിന്തയിലാണെങ്കിൽ നീ സൽസ്വഭാവത്തിന്റെ ഉടമയാണ്. നിനക്ക് സൽസ്വഭാവം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം കുളിക്കാൻ വേണ്ടി ഒരു പുഴയിലേക്ക് ഇറങ്ങി. അങ്ങനെ പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ കോട്ടും ഖുർആനെല്ലാം എന്താക്കി മേലെ ഭാഗത്ത് വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ബഹുമാനപ്പെട്ടവരിങ്ങനെ കുളിച്ചോണ്ടിരിക്കാണ്. അപ്പൊ ഒരു പെണ്ണ് വന്നിട്ട് എന്താ ചെയ്ത്, ബഹുമാനപ്പെട്ടവരുടെ കോട്ടും ഖുർആനും കട്ടുകൊണ്ടുപോയി. ഇത് മഹാനവറുകൾ കണ്ടു. ബഹുമാനപ്പെട്ട സയ്യിദ് വറുകൾ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ നിർത്താണ്. ഇനി നീട്ടി സംസാരിക്കുന്നത് ഉചിതമല്ല എന്നറിയാം. അപ്പൊ നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസം ഉണ്ടാവരുത്. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു കുളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ അവിടെ ഊരി വെച്ച കോട്ടും ആ മുസ്ഹഫും ഈ പെണ്ണ് കട്ടുകൊണ്ടുപോയി. അപ്പൊ ഈ പെണ്ണിന്റെ ബേക്കിൽ ബഹുമാനപ്പെട്ടവര് പോയി കൊണ്ട് ചോദിക്കാണ്, അല്ല പെണ്ണെ, നിനക്ക് ഖുർആൻ ഓതാൻ അറിയുന്നുണ്ടോ? ഈ പെണ്ണ് പറഞ്ഞു ഇല്ല. എന്നാ നിന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഖുർആൻ ഓതാൻ അറിയോ? അതും ഇല്ല. എന്നാ ഖുർആൻ ഇങ്ങ് തന്നേക്ക്. ആ ഖുർആൻ കട്ടുകൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഓതാനൊന്നും അറിയില്ലാലോ. ആ കോട്ട് നീ കൊണ്ടുപോയിക്കോ, എവിടെങ്കിലും ചളിക്കുമ്പോ അത് ഇട്ടിട്ടൊന്ന് ഉഷാറാകാലോ. എന്നാ ഖുർആൻ ഇങ്ങോട്ട് തന്നേക്ക്. അതിന്റെ പേരിൽ നീ നാളെ പരലോകത്ത് പരാജിതരുടെ ലിസ്റ്റിൽ പെടേണ്ടതില്ല. അതുകൊണ്ട് ആ ഖുർആൻ ഇങ്ങ് തന്നേക്ക് എന്ന് ബഹുമാനപ്പെട്ടവര് പറയുകയാണ്. ഇങ്ങനെയാണ് മഹാന്മാർ അവരുടെ സ്വഭാവം അവരുടെ സ്വഭാവ മഹിമയായി അവർ മാറ്റിയെടുത്തത്, അവരുടെ സൽസ്വഭാവത്തിന്റെ ഗുണമായി അവർ മാറ്റിയെടുത്തത്. അതുകൊണ്ട് നമ്മൾ പ്രയാസങ്ങൾ ഒരാൾക്കും ഉണ്ടാക്കരുത്. നമ്മൾ പ്രയാസങ്ങൾ ഉണ്ടാക്കിയാൽ അത് അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ കണ്ടില്ലേ, അമേരിക്കയിൽ കാലിഫോർണിയയിൽ വെച്ച് തീപിടുത്തമുണ്ടായില്ലേ? എത്ര സാമ്പത്തികമായ നഷ്ടങ്ങളാണ്, എത്ര കോടിക്കണക്കിലുള്ള നഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചത്. അത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നില്ലേ? മുഅ്മിനീങ്ങളായ ആളുകളെ പ്രയാസപ്പെടുത്തും, അവരെ നരക കൊള്ളികളായി മാറ്റിയെടുക്കുമെന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തിന്റെ പേരിൽ അല്ലാഹു അവരെ പാഠം പഠിപ്പിച്ചില്ലേ? ഇതിന്റെ അർത്ഥം അവർ നശിച്ചു പോകണമെന്നല്ല. ധിക്കാരത്തിന്റെ പേരിൽ, അധികാരം ലഭിച്ചതിന്റെ പേരിൽ അധികാരമില്ലാത്ത പാവപ്പെട്ട ആളുകളെ നമ്മൾ പ്രയാസപ്പെടുത്തരുത്, ഒരാളെയും നമ്മൾ വേദനിപ്പിക്കരുത്. അങ്ങനെ പ്രയാസപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിന്റെ നഷ്ടമായി മാറുന്നതാണ്, നമ്മൾ പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണമായി മാറുന്നതാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും കൽബുകൾ നന്നാകേണ്ടതുണ്ട്. ഞാൻ നിർത്തുകയാണ്, കൂടുതലൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമ്മളൊക്കെ കൽബ് നന്നാകണം, നമ്മുടെ കൽബൊക്കെ നമ്മളെ നന്നാക്കിയെടുക്കണം. സൽ സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ മാറണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ചാൽ അതിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വരികയാണ്. ആ മനുഷ്യന്റെ കയ്യിൽ കുറച്ച് മുന്തിരിയുണ്ട്. ആ മുന്തിരിയുമായി മുത്തുനബിയുടെ സദസ്സിലേക്ക് വരികയാണ്. നമ്മുടെ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും സഹകരിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പരിപാടികളൊക്കെ വിജയിപ്പിക്കുമാവട്ടെ. അപ്പൊ ഈ സ്വഹാബി അറാബിയായ മനുഷ്യൻ മുത്തുനബിയുടെ അരികിലേക്ക് മുന്തിരിയുമായി വരുന്നു. എന്നിട്ട് മുത്തുനബിക്ക് ഹദിയയായി കൊടുത്തു. മുത്തുനബിയുടെ മുന്നിൽ കുറെ സ്വഹാബത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തുനബി അതിൽ നിന്ന് ഒരു മുന്തിരി എടുത്തു. എന്നിട്ട് മുത്തുനബി ഫഅകല വതബസ്സമ, മുത്തുനബി ഇത് കഴിക്കാണ്, എന്നിട്ട് ചിരിക്കാണ്, പുഞ്ചിരിക്കാണ്. വീണ്ടും ഒന്നെടുത്തു, കഴിച്ചു, ചിരിച്ചു, വീണ്ടും ഒന്ന് കഴിച്ചു, പുഞ്ചിരിച്ചു. ഇങ്ങനെ ഓരോന്നെടുത്തു, കഴിക്കുന്നു, പുഞ്ചിരിക്കുന്നു. മുന്തിരിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ആ വന്ന മനുഷ്യൻ വലിയ സന്തോഷത്തിലാണ്. കാരണം ഞാൻ കൊണ്ടുപോയി കൊടുത്ത മുന്തിരി മുത്തുനബി മുഴുവനായി കഴിച്ചിട്ടുണ്ടല്ലോ. മുത്തുനബിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് വലിയ സന്തോഷത്തോടു കൂടി ആ മനുഷ്യൻ മടങ്ങി ചെല്ലുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, അല്ല തങ്ങളെ, തങ്ങൾ ഇന്ന് പതിവ് തെറ്റിയിട്ടാണല്ലോ ഉള്ളത്. തങ്ങളുടെ സദസ്സിലേക്ക് ഏതൊരാളും എന്തു വസ്തുവും കൊണ്ടുവന്നു കൊടുത്താൽ അത് തങ്ങൾ സ്വഹാബത്തിലേക്ക് വിതരണം ചെയ്യാതെ തങ്ങൾ കഴിക്കാറില്ലല്ലോ. പക്ഷേ ഇന്ന് പതിവിന് വിപരീതമായിട്ടാണല്ലോ കാണുന്നത്. അയാൾ കൊണ്ടുവന്ന മുന്തിരി മുഴുവനും തങ്ങൾ കഴിച്ചില്ലേ? ഇതിന്റെ കാരണം എന്താന്ന് ചോദിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലയോ സ്വഹാബ, ഞാൻ അങ്ങനെ കഴിച്ച് ഞാൻ തന്നെ അത് മുഴുവനായി കഴിച്ച് തീർക്കാനുള്ള കാരണം എന്താ? ആ മുന്തിരി കൊണ്ടുവന്ന മുന്തിരിക്ക് മധുരമുണ്ടായിരുന്നില്ല, അത് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മുഴുവനായി കഴിച്ചു. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ പറയുമായിരുന്നു, രസമില്ലാത്ത മധുരമില്ലാത്ത മുന്തിരി നീ എന്തിനാണ് മുത്തുനബിക്ക് കൊണ്ടുവന്നു കൊടുത്തത്? നിങ്ങൾ അങ്ങനെ പ്രതികരിച്ചാൽ ആ വന്ന മനുഷ്യന്റെ മനസ്സ് വേദനിച്ചു പോകുമല്ലോ. അതുകൊണ്ട് അതിനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല സ്വഹാബ. അതുകൊണ്ടാ പറഞ്ഞത് മുത്തുനബിയുടെ ജീവിതത്തിൽ വലിയ മാതൃകയാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അലീം. മുത്തുനബിയുടെ പെരുമാറ്റം, മുത്തുനബിയുടെ സ്വഭാവം, മുത്തുനബി ആളുകളുമായി ഇടപഴകുന്നത്, സ്വഹാബത്തിനോട് കഴിഞ്ഞുകൂടിയത് വലിയ മാതൃകയാണ്. മുത്തുനബിയുടെ ജീവിതം അത് മക്കൾക്ക് മാതൃകയാണ്, ഭർത്താവിന് മാതൃകയാണ്, ഭാര്യക്ക് മാതൃകയാണ്, കുടുംബക്കാർക്ക് മാതൃകയാണ്. ഇവിടെ ജീവിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുത്തുനബിയുടെ ജീവിതം വലിയ മാതൃകയുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഖൽബ് നന്നാക്കേണ്ടവരാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ തഖ്വയുടെ ഉടമകളായി നമ്മൾ മാറണം, സൽ സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ മാറണം. നമ്മളെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. ഒരാളോടും വെറുപ്പ് വേണ്ട, ഒരാളോടും പക വേണ്ട, ഒരാളോടും വിദ്വേഷം വേണ്ട, അഹങ്കാരം വേണ്ട, പരദൂഷണം വേണ്ട, ഒരാളെയും ഗീബത്ത് പറയണ്ട, മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ച് നടക്കണ്ട. അത് മുഅ്മിനിന്റെ സ്വഭാവമല്ല. അതുകൊണ്ട് കമാലിയത്തായ ഈമാനിന്റെ അടിമകളായി നമ്മൾ മാറണമെങ്കിൽ നല്ല സൽസ്വഭാവത്തിന്റെ ഉടമകളാകണം. പ്രയാസങ്ങൾ വരുന്ന ആളുകളുമായി അവരുമായി നമ്മൾ പങ്കുചേരണം. അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരണം. നമ്മുടെ കുടുംബവുമായി നമ്മൾ നല്ല പെരുമാറ്റത്തിൽ വേണം. മക്കളോട് നല്ല പെരുമാറ്റം വേണം, ഭർത്താവിനോട് നല്ല പെരുമാറ്റം വേണം, ഭാര്യയോട് നല്ല പെരുമാറ്റം വേണം, നാട്ടിലുള്ള സർവ്വ മുഅ്മിനീങ്ങളോടും നല്ല പെരുമാറ്റത്തിൽ നല്ല സ്വഭാവ ഗുണത്തോടുകൂടി പെരുമാറുമ്പോ നമ്മുടെ ഖൽബിന് വലിയ സമാധാനമാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അങ്ങനെ തഖ്വയോടുകൂടി ജീവിച്ചാൽ, ഖൽബ് നന്നാക്കിക്കൊണ്ട് ജീവിച്ചാൽ നിന്റെ എല്ലാ പ്രയാസങ്ങൾക്കും വലിയ പരിഹാരം
അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തുറന്നു നൽകുന്നതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഖൽബിൽ അല്ലാഹു ഈമാൻ ഇട്ട് തരട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു നൂറാനിയത്ത് കൊണ്ട് പൊതിയട്ടെ. അതുകൊണ്ട് നമ്മുടെ ഖൽബൊക്കെ നന്നാക്കണം. അതിനുള്ള എല്ലാ വഴികളും അല്ലാഹു തുറന്നു തരട്ടെ. നമുക്കിടയിൽ അല്ലാഹു ഐക്യം നൽകട്ടെ. നമ്മുടെ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരണം വരെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളിലും ആദർശങ്ങളിലും അടിയുറച്ച് വിശ്വസിച്ചതിന് വേണ്ടി ജീവിക്കുന്ന എല്ലാ വഴികളും അല്ലാഹു നമുക്ക് തുറന്നു നൽകട്ടെ. അഹ്ലുസ് സുന്നത്തിന്റെ ഖാദിമീങ്ങളായി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താണ്. ബഹുമാനപ്പെട്ട ഞങ്ങളവരുകൾ ദുആ ചെയ്യും. ധാരാളം മുഅ്മിനീങ്ങൾ എന്നോട് തന്നെ കുറേ മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ. അവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി കൊടുക്കട്ടെ. വലിയ സന്തോഷവും സമാധാനവും റാഹത്തും സന്തോഷവും ബറക്കത്തും ഖൈറും സലാമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുആ ചെയ്യാനുള്ള വസിയത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.